ഉഷാറില്ല എല്ലാരും. നമ്മുടെ മങ്ക് മോഡ് റൊട്ടീൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? മങ്കോട്ട് അനിൽ ബ്രോ, എന്റെ കാര്യം സിജു ബ്രോ, പറയുകയാണെങ്കിൽ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതുവരെ വെരി ഗുഡ്, കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്, അടിപൊളി പോകുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഇനിയും ഇതുപോലെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. വെരി ഗുഡ്. നമുക്ക് ഈ ഒരു സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മങ്ക് മോഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇതിനകത്ത് വന്ന ആളുകളുണ്ട്. പക്ഷെ അതിനകത്ത് ഈ മങ്ക് മോഡ് എങ്ങനെ കമ്പൈൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ എനർജി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പം ഇങ്ങോട്ടേക്ക് അതുപോലെ കിട്ടിക്കഴിഞ്ഞാലേ വീണ്ടും അത് റിട്ടേൺ വരത്തുള്ളൂ. സോ ഐ നീഡ് എവറിബഡി ടു ടേൺ ദർ ക്യാമറ ഓൺ പ്ലീസ്. കാരണം ക്യാമറ ഓൺ ചെയ്ത് ആ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എനിക്കാണെങ്കിലും ഞാനും ഈ ക്യാമറയും നിങ്ങളുടെ ഫേസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ലൈവ് ആയിട്ടുള്ളൊരു സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമല്ല. സോ എല്ലാവരുടെയും ഫേസ് കണ്ട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഓസം. വെരി ഗുഡ്. സിറിൽ ബ്രോ, ഹായ്. ക്യാമറ ഓൺ ആക്കാവോ പ്ലീസ്? യെസ് ഡിവിൻ ബ്രോ, താങ്ക് യു, താങ്ക് യു. എല്ലാരും ഫസ്റ്റ് ആയിട്ട് നല്ല ഷൈലാണ്. അലൻ ബ്രോ, ചിത്ര ചേച്ചി, എല്ലാരും കമോൺ കമോൺ. ആ പവർ പോരട്ടെ നമ്മളെ ഗ്രൂപ്പിന്റെ. മങ്ങോട് പറഞ്ഞിട്ട് നമ്മൾ ഈ പവറിലാന്ന് എന്താണ് ഗൈസ്? പവർ വരട്ടെ. അതെ, ലീഡർ യെസ്. നിസാന, ഐ എം സോറി ഐ കനോട്ട് ദിസ് മൊമെന്റ്. ഓക്കെ, പ്രോബ്ലി ബിസി ആയിരിക്കും. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന എല്ലാവരും പരമാവധി ക്യാമറ ഓൺ ആക്കുക. സോ ഇതൊരു ലൈഫ് ചേഞ്ചിങ് സെഷൻ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. കാരണം ട്രേഡിംഗ് പഠിക്കാനും അല്ലെങ്കിൽ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ചാറ്റിലേക്ക് ഒന്ന് ഇടാം. എന്താണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു മാറ്റം എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാവും. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ പ്ലീസ്. എന്താണ് ഡിസിപ്ലിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഡിസിപ്ലിൻ ഈസ് ദ കീ ഫോർ എവറിഥിങ്. ഫൈനാൻഷ്യൽ ഫ്രീഡം, എക്സലന്റ്. എല്ലാവരും ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് എന്ത് മാറ്റമാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ യെസ്, ഓർഗനൈസ്ഡ് ലൈഫ് ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഓസം, ഓസം. ഡീടോക്സ് അവർ ബ്രെയിൻ. നൈസ്, നൈസ്, നൈസ്. I need to control myself in a disciplined way. It will help to grow in every aspect. Absolutely. Absolutely. Financial freedom, money and discipline, better lifestyle. Awesome. Awesome. Discipline and financial freedom, skill development. Excellent. Excellent. So you guys are in the right place. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നിങ്ങൾ ഈ 50-50 ബിസ്ക്കറ്റ് കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ എല്ലാവരും, അല്ലേ? എന്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു 50-50 ബിസ്ക്കറ്റ്. അപ്പം അതിന് എന്തുകൊണ്ടാണ് 50-50 ബിസ്ക്കറ്റ് എന്ന് പേര് വന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത്, ട്രേഡിങ് പഠിക്കുക, ഒരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ട്രേഡിങ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു 50% മാത്രമേ അവിടെ ആവുന്നുള്ളൂ. അതായത് നമുക്കൊരു 100% ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡിങ് ടെക്നിക്കലി പഠിക്കുന്നതുകൊണ്ട് 50% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി 50% കിടക്കുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഈ 50 ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് 100 ആകത്തുള്ളൂ. ഇത് എന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ട്രേഡിംഗ് ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാനിത് തുടങ്ങിയ സമയത്ത് എന്റെ മെന്റർ നന്ദു ബ്രോ, നമ്മുടെ എലൈറ്റ് ക്ലബ്ബ് നന്ദു ബ്രോ, ജോഷോ ബ്രോ, അതൊന്ന് മ്യൂട്ട് ചെയ്യാം ബ്രോ. ബ്രോ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓസം, താങ്ക് യു ബ്രോ. അപ്പം എന്റെ ഈ ഒരു ട്രേഡിംഗ് പഠനം തുടങ്ങിയ സമയത്ത് എന്റെ മെന്ററാണ് നന്ദു. നിങ്ങൾക്ക് അറിയായിരിക്കും. ഹീ ഈസ് ഓൾസോ എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ.
അദ്ദേഹമാണ് എൻ്റെ ഒരു വർഷമായിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നദീർ, പ്രജ്വൽ ഒക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒക്കെ നന്ദുബ്രോയുടെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ഒരു എലൈറ്റ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഹസിൽ ചെയ്യുന്ന ട്രേഡേഴ്സ് ഒന്നിച്ച് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഒത്തുകൂടുകയും ട്രേഡ് എടുക്കുകയും ഡിസ്കഷൻസ് നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അത്തരത്തിൽ നന്ദുബ്രോയായിട്ട് ഒന്നിച്ച് ഈ പഠനം തുടങ്ങിയ സമയത്ത് ഒരു 4-5 മാസക്കാലം ഇങ്ങനെ പഠിക്കുന്നു. പക്ഷേ ഒരു ഹുക്ക് കിട്ടുന്നില്ല. എവിടെയും അങ്ങോട്ടൊന്നും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ഇടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എടുക്കുന്ന ട്രേഡുകളൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു മടുപ്പ് തോന്നിയ സമയത്താണ് നന്ദുബ്രോ എൻ്റെ അടുത്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ബ്രോ ഈ മങ്ക് മോഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. മങ്ക് മോഡ് നന്ദുബ്രോയുടെ ലൈഫിലും ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ബ്രോ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. ഡെഫിനറ്റ്ലി ഇത് ബ്രോയിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഫോക്കസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലെ ഗ്രോത്ത് ഭയങ്കര വിസിബിൾ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾക്ക് വളരാൻ സാധിക്കും. കാരണം ആ ഒരു മങ്ക് മോഡ് ഡിസിപ്ലിൻ ഞാൻ കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് $10,000 ഒരു ഫണ്ട് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത്രത്തോളം ഞാൻ ഇൻറ്റുയിറ്റ് ആയി. കാരണം നമ്മുടെ ഇപ്പൊ ഞാൻ അടുത്തത് പറയുന്നുണ്ട് മങ്ക് മോഡിന്റെ ഒരു പ്രധാനപ്പെട്ട 8 റൂള്. അപ്പൊ ആ 8 റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, വരുന്ന 90 ദിവസത്തേക്ക് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കിട്ടുന്നതോടുകൂടി ആ എന്ത് കാര്യം പഠിക്കാൻ വേണ്ടിയാണോ അയാൾ എഫേർട്ട് ഇടുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അയാൾ പ്രയത്നിക്കുന്നത്, ആ കാര്യത്തിൽ അയാൾ ഒരു മാസ്റ്റർ ആവും. കാരണം ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇവരൊക്കെ എക്സ്ട്രീംലി ഡിസിപ്ലിൻ ആയിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലരും ഈ മോട്ടിവേഷന്റെ പുറകെ പോകുന്ന ആൾക്കാരെ. മോട്ടിവേഷൻ ഈസ് എ സ്കാം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം മോട്ടിവേഷൻ കൊണ്ട് പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് തന്ന് നമ്മളെ ഒന്ന് ഉണർത്താൻ പറ്റും. പക്ഷെ അത് കഴിയുമ്പോൾ അതവിടെ നിൽക്കും. പക്ഷെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് ഡിസിപ്ലിൻ ആകുന്നത്. അപ്പം ഈ 90 ദിവസവും നിങ്ങൾ മങ്ക് മോഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതോടൊപ്പം ഒരു സ്കിൽ സെറ്റ് പഠിച്ചെടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെ സക്സസ്ഫുൾ ആവാം. അതല്ലാത്തടത്തോളം ഓക്കെ, ഒരു കാര്യം ഇപ്പൊ നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തെങ്കിലും കാര്യം ഓർത്തിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാര്യമായിട്ട് ഓർത്തിരിപ്പില്ല. കാരണം നമ്മൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനപ്പുറത്തേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യവും സ്കൂളിലും കോളേജിലും പഠിച്ചതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഈ ഇത്തരത്തിലൊരു ഹൈ ഇൻകം സ്കില്ല്, അതിൽ മണി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം മണി ഇൻവോൾവ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ 1000 രൂപയോ എത്ര ചെറിയ പൈസ ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷൻ ഉണ്ടാവും. അത് നമ്മളെ ഏത് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇമോഷണൽ കൺട്രോള് പ്രോപ്പറായിട്ട് കൈവരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെ പോകുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ട്രേഡിംഗ് ആണ്, മണി ഇൻവോൾവ് ആണ്, ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ട്രേഡ് അത് ലോസ് ആയി കഴിഞ്ഞാലും ഓക്കെ, ലോസ് ആയി, ഞാൻ കൃത്യമായിട്ട് വാട്ട് വെൻ റൈറ്റ്, വാട്ട് വെൻ റോങ്, വാട്ട് നീഡ് ടു ബി കറക്റ്റ്, ഇത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ പോയി അത് പെട്ടെന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആവും. പക്ഷെ ഇതായിരുന്നില്ല തുടക്കത്തിലെ അവസ്ഥ, ഇതായിരുന്നില്ല. ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പോക്കായിരുന്നു. കാരണം പിന്നെ അങ്ങോട്ട് ഭയങ്കര ശോകം അടിച്ച് ഇനിയിപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ശരിയാവുന്നുണ്ടോ, നമ്മൾ ഓക്കെ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള മൈൻഡ് സെറ്റ് ഒക്കെ നഷ്ടപ്പെടും. നമുക്ക് പിന്നെ മുന്നോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ഒരു കാര്യം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഈ പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ ട്രാക്കിലേക്ക് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമോഷണൽ കൺട്രോൾ കൃത്യമായിട്ട് വന്നു. ഇപ്പൊ ഒരു പ്രോഫിറ്റ് അടിച്ചാലും ലോസ് അടിച്ചാലും പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നുമില്ല. പ്രോഫിറ്റ് ആയോ, വെരി ഗുഡ്, ഓക്കെ, സ്ട്രാറ്റജീസ് വർക്കിംഗ്, ഗുഡ്. അതിനപ്പുറത്തേക്ക് പ്രോഫിറ്റ് അടിക്കുമ്പോഴത്തേനും അമിതാഹ്ലാദം പ്രകടനം നടത്തുക, അല്ലെങ്കിൽ ലോസ് അടിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ശോകം അടിച്ച് ഡൗൺ ആയി പോവുക. ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഈ ഇമോഷണൽ കൺട്രോളിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടാതെ വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും
അത് എല്ലാ തരത്തിലും ബാധിക്കും. നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അപ്പോൾ മങ്ക് മോഡ് പ്ലസ് അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്കിൽസിൽ ഡെവലപ്പ് ചെയ്താൽ അവിടെയാണ് നിങ്ങളുടെ സക്സസ്. അത് അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും. അതല്ലാതെ ഓക്കെ ട്രേഡിംഗ് പഠിക്കാം, ട്രേഡിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ട്രാക്കിലൂടെ ഇത് പഠിക്കാം, ഇത് പഠിച്ചെടുക്കാം എന്ന് ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ദിസ് ഈസ് മൈ ലൈഫ് എക്സ്പീരിയൻസ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ആയത് ഇങ്ങനെയാണ്. ഞാൻ 2 തരത്തിലും ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രാക്കിലൂടെ പോയപ്പോഴാണ് ഇതിൽ ഒരു സക്സസ് ഫോർമുല കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചത്. സോ അതിലേക്കാണ് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നത്. കാരണം ഒരു 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 ഡിസിപ്ലിൻ ട്രാക്കിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സക്സസ് ഫോർമുലയിൽ എത്താനും അതിലൂടെ ആ സക്സസ് ഫോർമുല മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. സോ നമ്മുടെ ഈ മങ്ക് മോഡ് കമ്മ്യൂണിറ്റിയുടെ പർപ്പസ് ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാണ് നമ്മുടെ മങ്ക് മോഡ് കമ്മ്യൂണിറ്റി എന്നും നമ്മളെല്ലാം എന്തിനാണ് ഒത്തുകൂടിയിരിക്കുന്നതെന്നും. ബേസിക്കലി വി ആർ ഓൾ ഹിയർ ടു ക്രിയേറ്റ് അൺബ്രേക്കബിൾ ഹെൽത്ത് ആൻഡ് വെൽത്ത്. മങ്ക് മോഡ് റൂട്ടീൻസ് ഫോളോ ചെയ്യുന്ന വഴി അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഹെൽത്തും വെൽത്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നു. അതോടൊപ്പം ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ടുള്ള ട്രേഡിങ്ങും പഠിക്കുന്നു. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പർപ്പസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചു, ഇത്രയും പറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം നമുക്കെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ. ചോദിക്കാൻ ബുദ്ധിമുട്ട്, ക്യാമറ ഓണാക്കി ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചാറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി വരാം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമോ, അതോ ഇതിന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇപ്പൊ തന്നതേ ഉള്ളൂ? കാരണം ഇതിൽ ഓരോ കുറെ ഇതുണ്ടല്ലോ കാര്യങ്ങൾ. ഈ ലിസ്റ്റിൽ ഇന്നലെ മിനിങ്ങാന്ന് ജോയിൻ ആയത്. അപ്പം 2 ദിവസമായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു 5 or 6 ടൈപ്പ് കാര്യങ്ങളെ പറ്റി ടിക്ക് മാർക്ക്, ഇൻറ്റു മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോ യെസ്, അത് കാര്യത്തിനെ ഞാൻ പറ്റി പറയുന്നുണ്ട്. 8 റൂൾസ് ഉണ്ട്. ആ 8 റൂൾസ് കൃത്യമായിട്ട് 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രീഫേസ് തന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ സാജൻ ബ്രോ, താങ്ക് യു. അപ്പം മങ്ക് മോഡിന്റെ പ്രധാനപ്പെട്ട ആ ഒരു 8 റൂൾസ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ആ 8 റൂൾസ് കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് യെസ് എന്നൊന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്കൊരു എനർജി ആയിരിക്കും. യെസ്, ഓസം. യെസ്, ഓസം. അതുപോലെ ക്യാമറ ഓണാക്കാൻ പറ്റുന്ന എല്ലാവരും പരമാവധി ക്യാമറ ഓണാക്കുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഓസം ടു. താങ്ക് യു. അപ്പോൾ എന്നെ ഗ്രോത്തിന് സഹായിച്ച, എനിക്ക് ട്രേഡിംഗിൽ ഒരു എഡ്ജ് കണ്ടെത്തി തന്ന മങ്ക് മോഡിന്റെ പ്രധാനപ്പെട്ട 8 റൂൾസ് അത് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ഏവരുടെ അനുഭവത്തോടുകൂടി ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നെ. കാണാൻ പറ്റുന്നില്ലേ? യെസ് ബ്രോ, കാണാം. ക്ലിയർ അല്ലേ? കാണാൻ വരെ? യെസ് ബ്രോ, പക്ക ക്ലിയർ ആണ്. So yes, monk mode. What is monk mode? Monk mode is a productivity and self-improvement practice that involves temporarily withdrawing from distractions to focus intensely on specific goals. Which means നമ്മളെല്ലാവരും വളരെ ഡിസ്ട്രാക്ട് ആയിട്ടുള്ള, വളരെയധികം നമുക്ക് ചുറ്റും ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ്. സോ ഇന്നത്തെ ഈ വേൾഡില് ചെറിയ ഒരു സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ആ ഡിസ്ട്രാക്ഷൻസിൽ നിന്നെല്ലാം മാറി അതെല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മങ്ക് മോഡ്. ഓക്കെ, സോ മങ്ക് മോഡിന്റെ ഫസ്റ്റ് റൂളിലേക്ക് പോവാണ്. മങ്ക് മോഡ് റൂൾ നമ്പർ 1, നോ ആൽക്കഹോൾ, നോ ജങ്ക് ഫുഡ്. സോ വരുന്ന 90 ദിവസത്തേക്ക് നോ ആൽക്കഹോൾ, നോ ജങ്ക് ഫുഡ്. ഇത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഓവർ യൂസ് ആയിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഐ മീൻ ഇത് ഒരു 1.5 കൊല്ലം മുമ്പത്തെ കാര്യമാണ്.
അപ്പൊ എന്താ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനം ഇപ്പം നമ്മളെ ഫിസിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുകൂടാതെ ഫൈനാൻഷ്യലി നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, വീക്കെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫ്രണ്ട്സായി പാർട്ടിയായി പബ്ബായി. അപ്പൊ നമ്മള് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ, അതിനകത്ത് മദ്യം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പുറത്ത് പബ്ബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജങ്ക് ഫുഡ് കഴിക്കൽ പരിപാടികൾ. അപ്പം എല്ലാ ആഴ്ചയും ഇത് വരുമ്പോഴത്തേനും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം കണ്ടമാനം ഇറങ്ങിപ്പോകുന്നു. അതിനപ്പുറത്തേക്ക് എന്റെയൊക്കെ ഒരു പിറ്റേ ദിവസം തന്നെ പോക്കായിരുന്നു. കാരണം കൺസപ്ഷൻ വാസ് ടു മച്ച്. അപ്പം ആ ഒരു രീതിയിൽ ഒരു പാർട്ടി ആനിമൽ ആയിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞ ഇത്തരത്തില് 90 ദിവസത്തേക്ക് ഈ മദ്യപാന ശീലമുള്ള ഒരാൾക്ക് അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമില്ല. പക്ഷെ അത് കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ വരുന്ന 90 ദിവസത്തേക്ക് നോ ആൽക്കഹോൾ, നോ ജങ്ക് ഫുഡ് എന്നുള്ളതാണ് മങ്ക് മോഡിന്റെ റൂൾ നമ്പർ 1. ഇതിനകത്ത് നമുക്ക് ഇത് കട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു മെന്റൽ ബെനിഫിറ്റ്. ഞാനിത് രണ്ടും ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് നമ്മുടെ സ്റ്റാമിന ഉൾപ്പെടെ നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ദുശീലങ്ങളില്ല. ഇപ്പം ആൽക്കഹോളും ജങ്ക് ഫുഡും ഒന്നും കഴിക്കാതെ ഉള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. നമുക്ക് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു സ്റ്റാമിന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്ന ഇൻപുട്ട് എന്താണോ അതിന്റെ ബാക്കി ശരീരം ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരത്തുള്ളൂ. നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടോ എഫിഷ്യന്റ് ആയിട്ടോ ഒന്നും ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ ഇത്തരത്തിൽ ജങ്ക് ഫുഡും ആൽക്കഹോളും അല്ലെങ്കിൽ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ് കൊണ്ടു നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണോ ബോഡിയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് അതേ ബോഡി ഔട്ട്പുട്ട് തരത്തുള്ളൂ, അല്ലെ? സിമ്പിൾ റൂളാണ്. സോ വരുന്ന 90 ദിവസത്തേക്ക് മങ്ക് ബോർഡിന്റെ റൂൾ നമ്പർ 1, നോ ആൽക്കഹോൾ, നോ ജങ്ക് ഫുഡ്. ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലൈഫ് ചേഞ്ചിങ് തിങ്. അപ്പൊ അത് റെഡി ആയിട്ടുള്ളവര് ചാറ്റ് ബോക്സിൽ യെസ് ഐ ആം റെഡി എന്നൊരു സാധനം ഒന്ന് പവറാക്കാവോ? ഓസം, റെഡി, ഡെഫിനറ്റ്ലി. ഓ എന്താ 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 പവർ! ഉഷാർ 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 ഉഷാർ, അടിപൊളി. താങ്ക് യു താങ്ക് യു താങ്ക് യു. സോ മങ്ക് മോഡ് റൂൾ നമ്പർ 1, എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ പ്രത്യേകമായിട്ട് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉപേക്ഷിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിന് നല്ലതേ വരുമെന്ന് നമുക്ക് അറിയാം. സോ വരുന്ന 90 ദിവസം നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രാക്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ആ റൂൾ നമ്പർ 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത റൂൾ നമ്പർ 2ലേക്ക് പോവാണ്. യെസ്, മങ്ക് മോഡ് റൂൾ നമ്പർ 2, ഫോളോ എ ക്ലീൻ ഡയറ്റ് പ്ലാൻ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് ക്ലീൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഓസം. അത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം ഡയറ്റീഷ്യൻസ് ഒരുപാടുണ്ട്. ഇനി ഡയറ്റീഷ്യൻസ് അടുത്തൊന്നും പോകണ്ട. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഗോൾ? അതായത് എനിക്ക് 85 കിലോ ഭാരം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ സെറ്റ് ചെയ്ത ഗോളാണ് എനിക്ക് 75 കിലോയിലേക്ക് എത്തണം. കാരണം ഐ എം എ ബോക്സർ ടു. അപ്പം എന്റെ കോമ്പറ്റീഷൻ നടന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഓപ്പണന്റ് സെയിം വെയിറ്റ് കാറ്റഗറിയിലേക്ക് എനിക്ക് വരണമായിരുന്നു. അപ്പം 75 ആയിരുന്നു അത്. അപ്പൊ ആ 75ലേക്ക് എത്തുന്ന സമയത്ത് ഓക്കെ എന്റെ ഗോൾ ഇതായിരുന്നു, 10 കിലോ എനിക്ക് കുറയ്ക്കണം. 10 കിലോ കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫാറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ സെറ്റ് ചെയ്തത്. സോ ഇത് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട, ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഒരു ഗോള് സെറ്റ് ചെയ്യുക. ചുമ്മാ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡയറ്റ് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ചെയ്യരുത്. എന്റെ ഗോൾ ഇതാണ്, ഞാൻ ഓവർ വെയ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ വെയ്റ്റഡ് ആണ്, എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം എന്ന് കൃത്യമായിട്ട് ചാറ്റ് ജിപിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിപിറ്റി കൃത്യമായിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ കഴിച്ചോളൂ, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ
ഈ രീതിയിൽ ഇത്ര കാലറി മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, 70-30 റൂളാണ്. ഇപ്പം വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ബോഡി ഫിറ്റ് ആക്കി നിർത്താനോ ഒക്കെ ഈ 70-30 റൂളാണ് എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുക. കാരണം 70% എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആണ്. വെറും 30% മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകത്തുള്ളൂ. സോ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറെ നാൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ടുമുണ്ട്. എന്നിട്ട് ഇത് വെയിറ്റ് ഒന്നും കുറയുന്നുമില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നുമില്ല. കാരണം കാലറി ഇൻടേക്ക് അത്രയും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കാലറി ഇൻടേക്ക് അത്രയും കയറ്റിയിട്ട് പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ എപ്പോഴും 70-30 റൂൾ. കാരണം കഴിക്കുന്ന ഫുഡ് ആണ് 70% മാറ്റർ ചെയ്യുന്നത്, 30% മാത്രമേ ഉള്ളൂ വർക്ക്ഔട്ടിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ. സോ ഗൈസ്, മങ്ക് മോഡ് റൂൾ നമ്പർ 2, നെക്സ്റ്റ് 90 ഡേയ്സിലേക്ക് ഫോളോ എ ക്ലീൻ ഡയറ്റ് പ്ലാൻ. ഇത് 90 ഡേയ്സിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ബ്രെയിനിനെ 30 ദിവസം പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ ഈ പറഞ്ഞ പോലെ പിന്നെ ആ ട്രാക്കിലൂടെ പിടിച്ചങ്ങ് പൊക്കോളും. 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടോപ്പ് ജി ആയി. അപ്പം ആ രീതിയിൽ നിങ്ങൾ ബ്രെയിനിനെ പരിശീലിപ്പിക്കുക. മങ്ക് മോഡ് റൂൾ നമ്പർ 2, ഫോളോ എ ഡയറ്റ് പ്ലാൻ. ഇത് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര് യെസ് ഐ ആം റെഡി എന്ന് നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടാവോ? റെഡി റെഡി, യെസ് യെസ് യെസ്, എല്ലാരും ഉഷാറായിട്ട് യെസ് റെഡി, യെസ്, എക്സലന്റ് 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 എക്സലന്റ്, യെസ് റെഡി, ഓസം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. യെസ് ഓസം. സോ മങ്ക് മോഡ് റൂൾ നമ്പർ 3ലേക്ക് പോവാണ്. വർക്ക്ഔട്ട് എവറി സിംഗിൾ ഡേ. സോ നിങ്ങൾക്ക് ഒരു വർക്ക്ഔട്ട് പ്ലാൻ സെറ്റ് ചെയ്യുക. അതായത് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു പ്ലാൻ ഇല്ലാതെ നമ്മൾ ജിമ്മിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഇമ്മ അവിടെ നോക്കി ഇവിടെ നോക്കി നിന്ന് പ്രശാന്ത്, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. താങ്ക് യു. യെസ്. അപ്പം ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സോ കൃത്യമായിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. അപ്പം വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ വെയിറ്റ് ലോസിന് വേണ്ടി ഏതൊക്കെ വർക്ക്ഔട്ടുകൾ ഏതൊക്കെ ബോഡി പാർട്സിന് ചെയ്യാം എന്നുള്ളത് ഇപ്പം ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനറിന്റെ അടുത്തു നിന്നാണ് ഇപ്പൊ ഞാൻ എന്റെ പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. എനിക്ക് കോച്ചുണ്ട്, കോച്ചിന്റെ അടുത്ത് നിന്നാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻസ് അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. പക്ഷെ എല്ലാ ദിവസവും എവറി ഡേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പലർക്കും ഇല്ലാത്തൊരു പ്രശ്നം അത് തന്നെയാണ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. അപ്പം ആ കൺസിസ്റ്റൻസി ഇല്ലായ്മ ആണ് നമ്മളെ പലപ്പോഴും പുൾ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റികൾ ഇപ്പം ആരണ്ട് പറഞ്ഞു ഇപ്പം എല്ലാ ദിവസവും ടിക്കറ്റ് പോകുന്നുണ്ടല്ലോ എന്ന്. അത് മറ്റുള്ളവരെ കൂടി ഓക്കെ നമ്മൾ ഷോ അപ്പ് ചെയ്യുവാണ്. ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം അക്കൗണ്ടബിൾ ആണ്. അപ്പം നമ്മളത് ടിക്കറ്റ് പോകുമ്പം 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മൾ ബാക്കിയുള്ളവരോട് പറയുവാണ് യെസ് ഞാനിത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് പറയുവാണ് യെസ് ഞാനിത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ കാണുന്ന ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ കൂടെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡർ നദീർ കൃത്യമായിട്ട് ഓരോ ദിവസം ടാസ്കുകൾ അസൈൻ ചെയ്ത് തരുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആവും, നമ്മൾ കൂടുതൽ ഇൻറ്റുഇറ്റ് ആവും. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് യെസ് ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ട് വരുന്നു, 1% ഇംപ്രൂവ്മെന്റ് എവറി സിംഗിൾ ഡേ എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നു. പിന്നെ ഇത് ഗ്രൂപ്പിൽ ബാക്കി കണ്ടു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാവരും ചെയ്യുന്നുണ്ടോ, അപ്പൊ എനിക്കും ചെയ്യാലോ, ഞാനും ചെയ്യാലോ. പിന്നെ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ 5 ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ എൻഡോർഫിൻസ് ആൻഡ് സെറോട്ടോണിൻ എന്ന് പറഞ്ഞ 2 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഈ 2 ഹാപ്പി ഹോർമോൺസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ വരുമ്പോൾ
നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട് ഈ പറഞ്ഞ ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഡോപ്പമിൻ നമുക്ക് കൂടുതൽ മോട്ടിവേഷനും ഫോക്കസും തരുന്നുണ്ട്. അതുകൂടാതെ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മളെ കൂടുതൽ ഇമോഷണൽ കണക്ഷൻ, അതായത് ബാക്കി സാമൂഹ്യമായിട്ടും ഒക്കെ ആളുകളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. അതുപോലെ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. അത് നമ്മളെ കൂടുതൽ സ്ട്രെസ് ഫ്രീ ആക്കി കാം ഡൗൺ ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇത്തരത്തിൽ 5 ഹോർമോണുകൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, നമ്മൾ വ്യായാമം ചെയ്യും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ജിമ്മിൽ പോയി വ്യായാമം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഹോം വർക്ക്ഔട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ സമയം പോലെ ഒക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ജിമ്മിൽ പോയി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് വീട്ടിലിരുന്നിട്ടാണെങ്കിലും വർക്ക്ഔട്ട്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ നടക്കുക അല്ലെങ്കിൽ ജോഗ് ചെയ്യുക. സി, എവറി ഡേ മാറ്റേഴ്സ്. ഐ മീൻ, ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം മാറ്റർ ആണ്. അപ്പം ഈ ഹാബിറ്റ് ജസ്റ്റ് തുടങ്ങി വെക്കുക. എല്ലാ ദിവസവും ബോഡിയെ ഒന്ന് വ്യായാമം ചെയ്യാനായിട്ട് എപ്പോഴും ഈ പറഞ്ഞ ബോഡി ഒന്ന് അനക്കുക. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. സി, ഇതൊരു ഹാബിറ്റ് ആക്കി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ മങ്ക് ബോർഡ് റൂൾ നമ്പർ 3, വർക്ക്ഔട്ട് എവറി സിംഗിൾ ഡേ എന്നുള്ള നമ്മുടെ ആ റൂള് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിലേക്ക് യെസ് ഐ ആം റെഡി എന്നിടാവോ. ജിബ്ലിൻ, പ്രജ്വൽ, യെസ്. അബി, ഓൾ ഗുഡ്, യെസ് യെസ്. പോരട്ടെ. യെസ്. ഹെലൻ, യെസ്. സാജൻ സണ്ണി, യെസ് യെസ്. അശ്വിൻ AK, യെസ്. എല്ലാരും കാരണം നമ്മളിത് ഓരോ തവണ പറയുമ്പോഴും യെസ്, ബ്രെയിനിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്. യെസ് ഐ എം ഗോയിങ് ടു ഡു ദിസ് ഫ്രം ടുമോറോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ബ്രെയിനിന് കൊടുക്കുവാണ്. യെസ്. നിസാന, യെസ്. ജോബിൻ, യെസ്. ഓസം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. അപ്പം മങ്ക് ബോർഡ് റൂൾ നമ്പർ 3, ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട 3 റൂൾസ് ആരാ ജസ്റ്റ് ഒന്ന് പറയുന്നേ. സാജൻ ബ്രോ, ജസ്റ്റ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? 3 റൂൾസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞു പോയത്. സാജൻ സണ്ണി ബ്രോ. ആൽക്കഹോൾ, വർക്ക്ഔട്ട് എവറി ഡേ. സെക്കൻഡ് വൺ എന്തായിരുന്നു? സെക്കൻഡ് വൺ വർക്ക്ഔട്ട് എവറി ഡേ. തേർഡ് അല്ലേ വർക്ക്ഔട്ട് എവറി ഡേ? സോറി, തേർഡ് വർക്ക്ഔട്ട് എവറി ഡേ. സെക്കൻഡ് നമ്മുടെ ഡയറ്റ് പ്ലാൻ, ഫോളോ എ ഡയറ്റ് പ്ലാൻ. യെസ്, എക്സലന്റ്. താങ്ക് യു സോ മച്ച്. അപ്പോ റൂൾ നമ്പർ 4ലേക്ക് പോവാണ്. മങ്ക് ബോർഡ് റൂൾ നമ്പർ 4, മെഡിറ്റേറ്റ് എവറി ഡേ. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ നമ്മുടെ യൂട്യൂബിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഗൈഡ് ഉണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയ, ട്രൈ ഔട്ട് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ എങ്ങനെ ഉണ്ടായിരുന്നു അത് എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ. ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ, നോക്കിയായിരുന്നോ? കാരണം മെഡിറ്റേറ്റ് ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് യെസ് ഇറ്റ് ഹെൽപ്സ്, ഡെയിലി ചെയ്യാറുണ്ട്. പ്രജ്വൽ ബ്രോ, താങ്ക് യു. വേറെ ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നോ? Another lightning rod's been added for safety, and now I'm going to put a layer of torches, one on each corner. ബ്രോ അതൊന്ന് മ്യൂട്ട് ചെയ്യാവോ ബ്രോ? We're going to need to layer the base, though. Cultists can sometimes glitch over a single layer of log walls, so we need more. For real? Yeah, I'm for real. Right. Yes. I am doing Chitra. Yes, me. Awesome. അപ്പൊ അത് ശരിക്കും ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരെയും ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ 90% ആളുകൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കുറെ നെഗറ്റിവിറ്റി. സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ആണ്. എന്തെങ്കിലും കുറെ നെഗറ്റിവിറ്റി കാണും. ആ നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ കട്ടിലേന്ന് എഴുന്നേക്കുന്നത് തന്നെ. പിന്നെ അത് ആ ദിവസം മുഴുവൻ കംപ്ലീറ്റ്ലി നമ്മൾ നെഗറ്റിവിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഹാബിറ്റ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. 90% ആൾക്കാരും അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ എന്താണ് വ്യത്യസ്തരാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലത്തെ ആ ഒരു മോർണിംഗ് റൊട്ടീൻ, രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം. അപ്പൊ അത് ചെയ്യുന്ന വഴി നമ്മൾ ഫുള്ളി
റിഫ്രഷ്ഡ് ആയിട്ട് നമ്മൾ എണീക്കുമ്പോൾ എപ്പോഴും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അവസ്ഥയിലായിരിക്കും. ന്യൂട്രലും അല്ല, നെഗറ്റീവ് അവസ്ഥയിൽ നിന്ന് എണീറ്റ് ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് എത്തിച്ച് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി, ഈ പറഞ്ഞ പോലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി വരുന്ന 90 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യം. രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ. അപ്പൊ ഇതിങ്ങനെ ഹാബിറ്റ് ആക്കി വരുമ്പോൾ ബ്രെയിനിന് അറിയാം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മെഡിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്, ഫോൺ എടുക്കാനല്ല പോകേണ്ടത് എന്ന് ബ്രെയിനിനെ നമ്മൾ, ഇപ്പം മങ്കുമോട് ഇതുവരെ തുടങ്ങാത്ത ആളുകൾ നാളെ മുതൽ അത് തുടങ്ങുവാണ്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങളുണ്ട്. വളരെയധികം സ്ട്രെസ് ഫ്രീ ആവും. നിങ്ങൾ വളരെ കാം ഡൗൺ ആയിരിക്കും എല്ലാ സെനോറിയോസിലും. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സവിശേഷതകളുള്ള ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ട്രേഡിംഗ് പോലുള്ള ഹൈ ഇൻകം സ്കിൽ, മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ കൺട്രോൾ വന്നേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇട്ടേച്ചു പോവും. നിങ്ങൾക്ക് ഒരു പോയിന്റിൽ എത്താൻ പറ്റിയാലും നിങ്ങൾ സക്സസ്ഫുൾ ആകത്തുമില്ല. അപ്പൊ ഈ ഇമോഷണൽ കൺട്രോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ശീലമാക്കുന്നതും ഒക്കെ. ഇപ്പൊ ഞങ്ങള് എലൈറ്റ് ക്ലബും നന്ദുബ്രോയും ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ വന്നിരിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു ഇൻഹേൽ എക്സ്ഹേൽ ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് നമ്മൾ ഈ ചാർട്ട് അനാലിസിസ്, ചാർട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ബോഡി, നമ്മുടെ ഹോൾ ബ്രെയിൻ നല്ല ക്ലാരിറ്റിയിൽ നല്ല തെളിഞ്ഞു നിൽക്കണം, പച്ച അടിച്ച് നിൽക്കണം, ഗ്രീൻ എപ്പോഴും ഒരു ആ മോഡിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ അതിനൊക്കെ നമ്മളെ ഈ മെഡിറ്റേഷൻ എന്ന ഒരു കാര്യം വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയി ഇരുന്ന് അത് ചെയ്തെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനുവേണ്ടിയാണ്, അതിന് ഹെൽപ്ഫുൾ ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ആ ഒരു മെഡിറ്റേഷൻ ഗൈഡൻസ് ഇട്ടേക്കുന്നത്. അത് എല്ലാ ദിവസവും സമാധാനമായിട്ട് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയിരുന്ന് അത് കേട്ടിട്ട് ആ ഒരു നിർദ്ദേശങ്ങൾ കേട്ട് കൃത്യമായിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം അതൊന്ന് കേട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദി ചേഞ്ച്. പിന്നെ ഈ സെഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സമയം ഞാനൊരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ലൈവായിട്ട് ഒന്ന് ചെയ്തു പോവാം. ഓക്കെ, സോ മങ്ക് മോഡ് റൂൾ നമ്പർ 4, മെഡിറ്റേറ്റ് എവറി സിംഗിൾ ഡേ എന്നുള്ള നമ്മുടെ റൂള് ഫോളോ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ കമന്റ് ബോക്സിലേക്ക് യെസ് ഐ എം റെഡി. Ready. Good to do meditation after workout in morning. Yes. Okay, Chitra. Okay. ഞാൻ എപ്പോഴും എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമാണ് എപ്പോഴും ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു ഹാബിറ്റാണ് ബിൽഡ് ചെയ്തെടുത്ത്. റെഡി. യെസ്, എല്ലാവരും റെഡി അല്ലേ? റെഡി. എല്ലാവരും ഒന്ന് ഇൻവോൾവ് ആയിട്ട് ആ ചാറ്റ് ബോക്സിലേക്ക് ഐ എം റെഡി, യെസ് എന്നൊന്ന് ഇട്ടേ. കാരണം ഇത് ഇപ്പം എനിക്ക് മാത്രം തരുന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ല, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് തന്നെ കൊടുക്കുവാണ് ആ ഒരു കമ്മിറ്റ്മെന്റ്. യെസ്, എക്സലന്റ്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് റൂൾ നമ്പർ 4 കഴിഞ്ഞു. റൂൾ നമ്പർ 5, മങ്ക് മോഡ് റൂൾ നമ്പർ 5, റീഡ് 10 pages ഓഫ് എ ബുക്ക് എവറി സിംഗിൾ ഡേ. ചാറ്റ് ബോക്സിലേക്ക് ബുക്ക് റീഡിംഗ് തുടങ്ങിയ ആളുകൾ ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇടാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി റൊട്ടീൻസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഒന്ന് ഏതാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇടാവോ? റീഡിങ് തുടങ്ങിയ ആൾക്കാർ ഏതൊക്കെ? ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ്, ട്രേഡിംഗ് ഇൻ ദ സോൺ. ഓക്കെ, വെരി ഗുഡ്. ട്രേഡിംഗ് ഇൻ ദ സോൺ ഞാനും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. പ്രജുൽ ബ്രോ. കാൺട്ട് ഹേർട്ട് മീ. ഓക്കെ, അബി. ഗുഡ്. ഓക്കെ. വേറെ ആൾക്കാരും റീഡിംഗ് ഹാബിറ്റ് തുടങ്ങിയിട്ടില്ല. വിൽ ഷുവർലി സ്റ്റാർട്ട് ടുമോറോ. ചിത്ര. ഓക്കെ, ഓസം ചിത്ര. ഗുഡ്. വേറെ ആരും ഇല്ല? The Diary of a CEO. Diary of a CEO, an excellent book. Into the Nature plus Power of Your Subconscious Mind. Okay, Power of Your Subconscious Mind എന്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്.
നിങ്ങൾക്ക് പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ലൈഫ് ചേഞ്ചിങ് പരിപാടിയായിരിക്കും. ഓക്കെ 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 കൂൾ. സോ നെയ്തർ ഹിയർ നോ ദെയർ. ഓക്കെ ജസൻ ബിജു. ഓക്കെ നൈസ് ചോയ്സ്. എക്സലന്റ്. ഓക്കെ, കുറെ ആളുകളെങ്കിലും ആ ഹാബിറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ ബുക്ക് റീഡിങ്, ഇപ്പം ബുക്ക് ഏത് തരത്തിലുള്ള ബുക്ക്, നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു ബുക്ക് വായിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കാര്യം. റീഡിങ്ങിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഞാൻ പറഞ്ഞ. പക്ഷെ നമ്മളെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്ന ബുക്കുകൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ നിന്ന് വരുന്ന ടേക്ക് അവേസ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അവിടെ ലൈഫിൽ ഭയങ്കര റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത, അതുപോലെ റിച്ച് ഡാഡ് പൂർ ഡാഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ചിന്താഗതികളെ, പെർസ്പെക്റ്റീവിനെ തന്നെ മാറ്റിമറിച്ച ബുക്കുകളാണ്. അപ്പൊ അത്തരത്തില് ബുക്കുകൾ കൂടുതൽ വായിക്കുമ്പം നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആവും. വൺസ് ഈ എക്സ്പാൻഡ് ആയ ബ്രെയിൻ പിന്നെ അത് ചുരുങ്ങി പോകത്തില്ല. അത് ഈ പറഞ്ഞ പോലെ ആ എക്സ്പാൻഡ് ആയ വേർഷനിൽ നിന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നോക്കിക്കാണും. അപ്പോൾ ഈ റീഡിംഗ് എന്നുള്ള ഹാബിറ്റ് നമ്മൾ എത്രത്തോളം കൂടുതൽ ബിൽഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 10 pages ഓഫ് എ ബുക്ക് എവറി ഡേ എന്നുള്ളതാണ് നമ്മൾ റൂളിൽ പറയുന്നത്. പക്ഷെ ഒറ്റയടിക്ക് ഒരു ദിവസം ഇരുന്ന് ഒരു 10 പേജ് വായിക്കാനായിട്ട് ഹാബിറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾ ഒരു പേജ് വായിച്ചാൽ മതി, അടുത്തൊരു ദിവസം വീണ്ടും ഒരു പേജ് കൂടെ ആഡ് ചെയ്യുക, 2 പേജ് ആക്കുക, 3 പേജ് ആക്കുക. അങ്ങനെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അത് ഇപ്പം നാളെ തന്നെ ജിമ്മിൽ പോയിട്ട് 10 കിലോയുടെ വെയിറ്റ് എടുക്കണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല. നാളെ ജിമ്മിൽ പോയി നിങ്ങൾ ഷോ അപ്പ് ചെയ്താൽ മതി. ജിമ്മ് കൊള്ളാം, ഇതൊക്കെയാണ് ഓക്കെ എന്ന് പറഞ്ഞ് ജസ്റ്റ് പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോരെ. അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം നിങ്ങൾ പോയി പയ്യെ ഏതെങ്കിലും ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് ബ്രെയിനിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമാണ്. നിങ്ങൾ ഇതന്നെ പറയണേ, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ബ്രെയിനിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ ബ്രെയിൻ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. വരും 90 ദിവസം കൊണ്ട് ഈ പറയുന്ന ഹാബിറ്റ്സ് എല്ലാം ബിൽഡ് ചെയ്തെടുത്തിട്ട് ഒരു ബ്രെയിൻ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അത്തരത്തിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിന് ഒക്കെ ഒരു എപ്പോഴും സേഫ് സോൺ നിൽക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം നമ്മളെപ്പോഴും സേഫ് സോൺ നിർത്താനാണ് ബ്രെയിൻ ഇഷ്ടം. അപ്പം നിങ്ങൾ ആ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്തിട്ട്, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്ത് മുന്നോട്ട് വരുവാണ്. അപ്പം സ്വാഭാവികമായിട്ടും ബ്രെയിൻ അവിടെ നോ പറയും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ ബേബി സ്റ്റെപ്സ് വെച്ചങ്ങ് തുടങ്ങുക. ഓക്കെ, സോ മങ്ക് മോഡ് റൂൾ നമ്പർ 5, റീഡ് 10 pages ഓഫ് എ ബുക്ക് എവറി സിംഗിൾ ഡേ എന്നുള്ള റൂള് ഫോളോ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ റെഡി എന്ന്. എക്സലന്റ്. I will do. Yes, Sachin, ready. Yes, Helen ready, Diblin ready. Yes. നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾ വായിച്ചു തുടങ്ങാൻ പോകുന്ന ബുക്കും കാര്യങ്ങളൊക്കെ. അദ്വൈത് റെഡി. യെസ്, എക്സലന്റ്. അപ്പം ബാക്കിയുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയുള്ള ഫോട്ടോക്കെ ആ ബുക്കിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഒന്നിച്ചു കൂടി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്, അല്ലെ? അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം കണക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്ന കാര്യങ്ങളാണ്. യെസ്, എക്സലന്റ്. അപ്പോ നമുക്ക് അടുത്ത റൂൾ നമ്പർ 6ലേക്ക് പോവാം. റൂൾ നമ്പർ 6, മങ്ക് മോഡ് റൂൾ നമ്പർ 6, നോ ഫാറ്റ് നോ പോൾ. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്ഷൽ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാണല്ലോ, നിങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത റേഞ്ചിലേക്ക് പോകും. മാർക്ക് മൈ വേർഡ്സ് ഗൈസ്. കാരണം ഇത് ഞാൻ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരു മങ്ക് മോഡ് പീരീഡ്, ഞാൻ ഇതിന് മുന്നേ ഒരു മങ്ക് മോഡ് ഞാൻ എടുത്തിരുന്നു. അതിനുശേഷം ഇതിപ്പം എൻ്റെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ആ സമയത്താണ് ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരു കൂട്ടം ആളുകളെ അതിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈലും ബിൽഡ് ചെയ്യാൻ പറ്റും, അവർക്കൊരു ഹൈ ഇൻകം സ്കില്ലും പഠിക്കാൻ പറ്റും. ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുത്തത് തന്നെ. സോ ഈ ഏറ്റവും ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് സെക്ഷൽ എനർജി. ഈ എനർജിയെ, കാരണം ഈ എനർജിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ശക്തിയാണ്, ഒരു പവറാണ്.
അപ്പം ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കിൽ സെറ്റിലേക്ക് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളെ പിന്നെ അതിനകത്ത് പിടിച്ചാൽ കിടത്തില്ല. മാർക്ക് മൈ വേർഡ്സ്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇപ്പം ഈ മങ്ക് മോഡിന്റെ കൂടെ നിങ്ങൾ ട്രേഡിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കും. കാരണം നിങ്ങളെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് നിങ്ങൾ ആ ഒരു സ്കിൽ സെറ്റ് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ വർക്ക് ചെയ്യാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ പവർ എത്രത്തോളാന്നുള്ളത്. സോ അത് ഇത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഇത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. ആരെങ്കിലും ഈ നോ ഫാപ്പ് നോ പോൺ എന്നുള്ള ഈ റൂള് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? കാരണം ഒരു എക്സ്പീരിയൻസ്, കാരണം വേറെ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആരെങ്കിലും നോ ഫാപ്പ് നോ പോൺ എന്നുള്ള ആ ഒരു റൂള് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നദീർ ബ്രോ. ഓക്കെ, നദീർ ബ്രോ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആ എനർജിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ്. യെസ് ബ്രോ, ഞാൻ ആക്ച്വലി ഒരു റെസ്ലർ കൂടെ ആണ്. നമ്മളെ സ്റ്റേറ്റ് ചാമ്പ്യൻ, സ്റ്റേറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങളെ മാസ്റ്റർ പറഞ്ഞ സംഭവിച്ചാല് ബ്രോന്റെ സെയിം വേർഡ് ആണ് മൂപ്പര് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു എനർജിയാണ് ഈ സെക്ഷൻ ഫോർ ഹ്യൂമൻസ്, ഫോർ എവരി അനിമൽ ബീയിങ്. അപ്പോൾ ഈ എനർജി നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. ആൻഡ് ഞാൻ ഐ തിങ്ക് അല്ല, പക്ക അതിന്റെ ഫസ്റ്റ് ഇതായിരുന്നു നമ്മളെ റെസ്ലിംഗിലേക്കുള്ള ഒരു ചുവടുപ്പായിരുന്നു. അതിൽ നേരെ പോയിട്ട് നമ്മളെ സ്റ്റേറ്റ് സെക്കൻഡ് അടിച്ചു. മീൻസ് അത്രയും ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ പോയിട്ട് ഞാൻ നേരെ പോയിട്ട് ഞാൻ അവസാനിച്ച സ്റ്റേറ്റിലാണ്, അതും സെക്കൻഡ് അടിച്ചിട്ട്. പീക്ക് പെർഫോമൻസ് കിട്ടും നമുക്ക്, പീക്ക് പെർഫോമൻസ് അല്ലേ? യെസ് ബ്രോ. മീൻസ് നമ്മളെ ബോഡി സ്കിന്ന് എല്ലാം ചേഞ്ച് ആവും. അതുപോലെ മെന്റാലിറ്റി, മീൻസ് നമ്മളൊരു കോൺഫിഡൻസിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് മാറും. പീക്ക് ആയിട്ട് മാറും. യെസ്, അബ്സല്യൂട്ട്ലി. ആ കോൺഫിഡൻസ് ലെവല് ഭയങ്കരമായിട്ട് ഉയരും. അതുപോലെ ഈ സ്റ്റാമിന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര വ്യത്യാസം വരും. വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും. സോ ഗൈസ്, നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. എന്തായാലും നമ്മൾ ട്രേഡിങ് പഠനം കാര്യങ്ങളൊക്കെ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. അപ്പം അതിന്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് തന്നെ സംഭവിക്കും ലൈഫിൽ. സോ നമ്മുടെ മങ്ക് മോഡ്, യെസ് ബ്രോ, കോൺഫിഡൻസ്, മെന്റൽ കൺട്രോൾ ആൻഡ് എനർജി ഓൺ ടോപ്പ്. പ്രജ്വൽ ബ്രോ, യെസ് പ്രജ്വൽ ബ്രോ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ബ്രോ. മ്യൂട്ടാണ് ബ്രോ. പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോ ബ്രോ. യെസ്, ഞാനൊരു 6 to 7 month 8 monthോളം ഞാൻ കുറച്ച് മുന്നേ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ വേറെ മെന്റൽ ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര എനർജി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, ഫുള്ളി ഒരു പോസിറ്റീവ് മൈൻഡാ ആ ഒരു ടൈമില്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അത് നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഇതൊരു ഡിസ്ട്രാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത്. ഇതിലുള്ള ആ ഒരു എനർജി നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക്, നമ്മുടെ ഗോളിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാറ്റം അത് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഒരു ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും ആ ഒരു സ്റ്റേജിൽ. യെസ്, അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും ഇത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട കാര്യമാണ്. സോ നമ്മുടെ മങ്ക് മോഡ് റൂൾ നമ്പർ 6, നോ ഫാപ്പ് നോ പോൺ, ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് യെസ് ഐ എം റെഡി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബ്രെയിനിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കൃത്യമായിട്ട് അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ യെസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഓസം യെസ് റെഡി. എന്താ പവർ. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബ്രെയിനിന് നമ്മൾ നിർദ്ദേശം കൊടുക്കുവാണ് നാളെ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റൂൾ ഫോളോ ചെയ്യാൻ പോവാണെന്ന് ബ്രെയിനിന് നിർദ്ദേശം കൊടുത്തിട്ട് പിന്നെ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ഇല്ല ഇനി നാളെ മുതൽ ശരിക്കും ഞാൻ ഫോളോ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് നിർദ്ദേശം വരും, എന്ത്
ഇത് നീ കുറെ പറഞ്ഞിട്ടുള്ള ആളാവേ, ഞാനിത് കുറെ കേട്ടിട്ടുള്ള, നീ ചുമ്മാ എനിക്ക് വാക്ക് തരല്ലേ എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സജഷൻ അവിടെ നിന്ന് തന്നെ തിരിച്ചു വരും. സോ ഇത് ഇവിടെ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് സ്വന്തമായിട്ട് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അത് കൃത്യമായിട്ട് പാലിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, എക്സലന്റ് ഗൈസ്. സോ മങ്ക്ബോർഡ് റൂൾ നമ്പർ അതിന്റെ ഒരു അതായത് ഇപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഫോണിൽ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കൂടുന്തോറും ഇത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. നമ്മളത് ജസ്റ്റ് നമ്മുടെ ഒരു പോയിന്റ് അവിടെ സ്റ്റക്ക് ചെയ്ത് നിന്നാൽ നമ്മൾ അതിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നമ്മുടെ ഗോളിന് അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷണൽ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് നമ്മുടെ ഫോക്കസ് പോയാൽ പിന്നെ നമ്മളെ ടൈമിൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ല 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 വീഡിയോസ്, ആ കണ്ടന്റ്സ് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അബ്സല്യൂട്ട്ലി ബ്രോ ഇപ്പം പറഞ്ഞത് ആയിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ അടുത്ത റൂൾ വരുന്നത്. കാരണം റൂൾ നമ്പർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ക്ബോർഡ് റൂൾ നമ്പർ 7 ഈസ് റെഡ്യൂസ് സോഷ്യൽ മീഡിയ യൂസേജ്. ഇപ്പം റൂൾ നമ്പർ 6 നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ യൂസേജ് റെഡ്യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസേജ് മാത്രമല്ല, ഓവറോൾ ഫോൺ യൂസേജ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ. കാരണം ഇവിടെ എല്ലാം നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മുടെ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് ആണ്. ട്രിഗേഴ്സ് തന്നുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള ലോകം, നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, അവർ ചെയ്യുന്ന പ്രവർത്തികളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ ഈ ഒരു സെറ്റ് ഓഫ് റൂൾ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെ ഓപ്പണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ യൂസേജ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ലിമിറ്റ് വെക്കും. എല്ലാത്തിനും ഒരു ഹാഫ് ആൻ അവർ. ഫേസ്ബുക്ക് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. കാരണം അതൊക്കെ അതിൻ്റെ അത് ഡംപാണ് വരുന്ന ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാഗ്രാം, കാരണം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നിങ്ങൾ എൻ്റെ കോണ്ടന്റ്സ് എന്തായാലും ഒബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു 30 മിനിറ്റ്സ് ടൈം ലിമിറ്റ് വെച്ചിട്ട്, ടൈം ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്തു. എല്ലാ ഫോണിലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിപ്പം ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ എല്ലാവരും ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ഫോണിന് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയ നമുക്ക് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇപ്പം എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ പോകാം. പക്ഷേ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് റൈറ്റ് നൗ ഹിയർ. നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് ഇത്ര നാള് എത്ര മണിക്കൂറായിരുന്നു എന്നുള്ളത് അത് മാറ്റർ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് ഒരു ദിവസം എത്ര മണിക്കൂർ എന്നുള്ളത് ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും അപ്പം ഫോൺ എടുക്കുക ഇപ്പൊ തന്നെ. കാരണം ഇത് നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഞാൻ കുറെ നേരം ഇത്ര എനർജി എടുത്ത് നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമെങ്കിലും നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഫോൺ എടുക്കുന്നു, സോഷ്യൽ മീഡിയ ടൈം ലിമിറ്റ് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, റെഡി. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് യെസ് സെറ്റ് ചെയ്തു എന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം. ഹൗ ടു ഡു ദാറ്റ്? അതൊരു ചോദ്യമാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റും. നദീർ ബ്രോ ചെയ്തു. അതായത് ബ്രോ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഒരു സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുക്കും. സ്ക്രീൻ റെക്കോർഡ് നമുക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ യെസ്, ഈ സമയം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഓക്കെ, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിൽ നമുക്ക് ഇത് കഴിയുമ്പോഴത്തേനും ഒരു സ്ക്രീൻ റെക്കോർഡ് അയച്ചു തരുന്നതായിരിക്കും. പക്ഷെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, മറ്റേ ഇതുമില്ലേ, iOS യൂസ് ചെയ്യുന്ന ആൾക്കാർ, സോറി, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ, സ്മാർട്ട് ഫോണുള്ളൂ, ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ. അപ്പൊ 2 വെർഷനും നമുക്ക് അയച്ചു കൊടുക്കാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഇടാനായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പം യെസ്, ഈ മങ്ക്ബോർഡിന്റെ റൂൾ നമ്പർ 7 ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ യെസ് ഐ ആം റെഡി എന്ന് നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടാൻ പറ്റുമോ പ്ലീസ്?
Yes, I am ready. Sebastian, Cyril, awesome. Sajan, Sunny, yes, ready. Prajul bro, yes, ready. Abhi, ready. Yes, I am ready. Ready. എല്ലാരും പ്ലീസ് കാരണം റെഡി, ഹെലൻ റെഡി, ഡിബ്ലിൻ റെഡി. യെസ് നമ്മള് പുതിയൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ദീപ്സ്, യെസ്, റെഡി. ചിത്ര, ഹൗ മച്ച് ടൈം? ചിത്ര, ഞാൻ എന്റെ സെറ്റ് ചെയ്തേക്കുന്നത് ഹാഫ് ആൻ അവർ ആണ്. ചിത്രയ്ക്ക് അത് ഒറ്റ അടിക്ക് ഒരു ഒരു ഭയങ്കരമായിട്ട് ഡിക്ലൈൻ വരുമ്പോഴത്തേനും അത് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 അവർ ആക്കി. നിങ്ങളൊക്കെ അന്ന് ഞാൻ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ 7-8 മണിക്കൂർ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇപ്പോൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിത്ര മേ ബി ഒരു 1 അവർ ആക്കി കുറയ്ക്കും. ഫേസ്ബുക്കും ഇൻസ്റ്റയും എല്ലാം കൂടെ 1 അവർ എന്നുള്ള രീതിയിൽ ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒറ്റയടിക്ക് കട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതും ബ്രെയിൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പയ്യെ കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ ഒരു 1 അവർ ആക്കി കുറച്ചിട്ട് പിന്നെ ആ ടൈം ലിമിറ്റ് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അത് ഓപ്പൺ ആക്കാതിരിക്കുക. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ആക്കാതിരിക്കുക. ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ടൈം ലിമിറ്റ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അപ്പം ബ്രെയിനിനെ പരിശീലിപ്പിക്കുക. ടൈം ലിമിറ്റ് ആയി, ഇനി വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ബ്രെയിനിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിങ്ക്ഡിൻ ഈസ് നോട്ട് കംസ് ഇൻ ദിസ്, റൈറ്റ്? സാജൻ സണ്ണി, ലിങ്ക്ഡിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുറച്ചുകൂടെ പ്രൊഫഷണൽ വേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജോലി, ആപ്ലിക്കേഷൻ, മറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ലിങ്ക്ഡിനകത്ത് ചെറിയൊരു എക്സെപ്ഷൻ കൊടുക്കാം. ഇപ്പം ജോബ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും കാരണം ലിങ്ക്ഡിൻ ഒബ്വിയസ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ കൂടുതൽ ജോബ് അപ്ലൈയിങ് കാര്യങ്ങൾ ഒക്കെയാണ് കൂടുതൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും. ബട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് നമുക്കറിയാം നമ്മുടെ സമയം വെറുതെ കൊന്നു നിന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. സോ ലിങ്ക്ഡിൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി എല്ലാവരും നമ്മൾ നിർദ്ദേശങ്ങൾ ഗ്രൂപ്പിലിടുന്നതായിരിക്കും. കൃത്യമായിട്ട് ആൻഡ്രോയിഡിനും ഐഫോണിനും ഉള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും, എങ്ങനെ അത് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ മങ്ക് മോഡ് റൂൾ നമ്പർ 7 റെഡിയല്ലേ എല്ലാവരും? എക്സലന്റ്, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂൾ, മങ്ക് മോഡ് റൂൾ നമ്പർ 8, ലേൺ ഓർ പ്രാക്ടീസ് എ ന്യൂ സ്കിൽ സെറ്റ്. സോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പറയുന്ന 7 റൂൾസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് 8ാമത്തെ റൂളായിട്ടുള്ള പുതിയൊരു സ്കിൽ സെറ്റ് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റേഞ്ചിലേക്ക് പോകും നിങ്ങൾ തിരിച്ചു ചോദിക്കുക. അതായത് നിങ്ങൾ ആ പഠിച്ചെടുക്കുന്ന സ്കിൽ സെറ്റിൽ നിങ്ങൾ എത്രത്തോളം മാസ്റ്റർ ആവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇത്രത്തോളം ഡിസിപ്ലിൻ ആയിട്ട് വന്നിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട്, ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അല്ലെ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി എന്തായിരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ ആർക്കെങ്കിലും? ചിത്ര ചേച്ചിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് ഈ 7 റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് റൂൾ നമ്പർ 8 ആയിട്ടുള്ള ലേൺ ഓർ പ്രാക്ടീസ് എ ന്യൂ സ്കിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് കേട്ടോ. എക്സലന്റ്. താങ്ക് യു. പ്രസന്റേഷൻ വളരെ ഇഷ്ടപ്പെട്ടു, ആ സിൻസിയറിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. ഓസം, താങ്ക് യു. ഞാൻ ഡോക്ടറാണ്. ഓ, ഡോക്ടറാണ്? അതെ. ഓക്കെ. ഓ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു ഡോക്ടർ ഉണ്ട്. അത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ്, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. ആബ്സല്യൂട്ട്ലി, നമ്മളെല്ലാവരും ഒരുമിച്ച്. അത് തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച്. ഇതിന്റെ ഒരു ബ്യൂട്ടി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാര് ഇങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് ഹസിൽ ചെയ്ത് പോകുമ്പോഴേക്കും അതിന്റെ ഒരു പവറും എനർജിയും ഭയങ്കരമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു. ഒരു
ഒരു പോയിന്റ് ഓഫ് ടൈം എത്തി കഴിയുമ്പോഴത്തേനും നമ്മുടെ മോട്ടിവേഷൻ തന്നെ ഡൗൺ ആവും. അത് സ്വാഭാവികമാണ്. നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് ആണ്. ബ്രെയിൻ ഒട്ടും ശീലമില്ലാത്ത കാര്യങ്ങൾ ബ്രെയിനിനെ കൊണ്ട് റീവയർ ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഡൗൺ ആവും. അപ്പൊ ആ സമയത്ത് പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാണുന്ന ആ ഒരു മൊമെന്റിൽ വീണ്ടും നമുക്ക് ഇല്ല, താഴെ പോകാൻ പറ്റില്ല, വീണ്ടും വി നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാനൊരു ബോക്സറാണ്. എനിക്ക് എന്റെ ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞ മന്ത് കഴിഞ്ഞായിരുന്നു. ഞാൻ പൊരുതി തോറ്റു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് ഫൈറ്റ് ചെയ്യുമ്പോൾ റിങ്ങിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ നമുക്ക് നേരെ ഇടികളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ തടുക്കാൻ പറ്റുന്ന തടുക്കുക, ചിലത് നമുക്കിട്ട് കൊള്ളും. പക്ഷെ കൊണ്ടു കഴിയുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോവാതെ വീണ്ടും നോ, ഐ നെവർ ഗീവ് അപ്പ്, ഐ എം എ ചാമ്പ്യൻ എന്ന് പറഞ്ഞ് ആ ഒരു മെന്റാലിറ്റിയോടുകൂടി തിരിച്ച് വരിക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ലൈഫിന്റെ സക്സസ്. സോ റൂൾ നമ്പർ 8, ലേൺ ഓർ പ്രാക്ടീസ് എ ന്യൂ സ്കിൽ സെറ്റ്. ഇതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. അപ്പം ഈ പറയുന്ന 90 ദിവസം ട്രേഡിംഗ് എന്ന ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റ് പഠിച്ചുകൊണ്ട് അതിന്റെ കൂടെ മങ്ക് മോഡ് റൊട്ടീൻസ് ഫോളോ ചെയ്തുകൊണ്ട് അത് പഠിച്ച് അതിലൊരു മാസ്റ്ററായി 2026 തുടങ്ങുമ്പോൾ ഒരു പുതിയ ഹ്യൂമൻ ബീയിങ് ആയി ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റ് കയ്യിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ഒന്ന് ഐ എം റെഡി, അല്ലെങ്കിൽ അബി I am ready. Excellent. I love this energy, guys. I love this energy. ഉറപ്പായിട്ടും നമ്മൾ ഇത്ര നാൾ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കി. അപ്പം ഞാനൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ റിഫ്ലക്ട് ചെയ്തത്, അതായത് ഇത്ര നാളും ജീവിച്ചു, എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നേടിയില്ല. ഇപ്പൊ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ത് കൊണ്ടുവന്ന് തന്നു? പ്രത്യേകിച്ചൊന്നും തന്നില്ല. ഓക്കെ, അപ്പോ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. സിമ്പിൾ ലോജിക് അല്ലേ? അപ്പോ നമ്മള് ആസ് എ ഹ്യൂമൻ ബീങ് ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അടുത്ത 90 ദിവസം കൊണ്ട്. കാരണം ഇപ്പൊ 90 ദിവസം എന്ന് പറയുമ്പോൾ അടുത്തൊരു 2025 ക്രിസ്മസ് ടൈം ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ 90 ദിവസം ഏകദേശം കഴിയും. അതിനുശേഷം 2026 ഒരു ന്യൂ ഇയർ വരുവാണ്. ആ ന്യൂ ഇയർ വരുമ്പോഴത്തേനും പുതിയൊരു ഹ്യൂമൻ ബീയിങ് ആയി പുതിയൊരു സ്കിൽ സെറ്റ് കയ്യിലുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. അതിനെന്താ ചെയ്യേണ്ടത്? ഈ വരുന്ന 90 ദിവസം നമ്മുടെ ഒരു ഹോൾ കമ്മ്യൂണിറ്റി നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ ഹസിൽ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി എത്രത്തോളം ആയിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമുക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഞാൻ ഒരു വലിയ ഡ്രീംസ് കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഞാനായിക്കോട്ടെ, എന്റെ മെന്റർ നന്ദുപ്രോ ആയിക്കോട്ടെ, ഞങ്ങളുടെ എലൈറ്റ് ക്ലബ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഞങ്ങൾ കാണുന്ന ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഡ്രീമാണ്. അപ്പോ അത്തരത്തില് വളരെ വലിയ ഡ്രീമുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ ആരായിരിക്കുന്നു ആ വ്യക്തി ആയാൽ പോരാ, ആ ഡ്രീമിൽ എത്തിച്ചേർന്ന വ്യക്തിയായി ഞാൻ മൈൻഡ് സെറ്റ് കൊണ്ട് മാറി ആ വ്യക്തിയെ പോലെ ബിഹേവ് ചെയ്ത് തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഈ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുത്ത് അതിനോടൊപ്പം ഈ ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റും കൂടെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് വരുന്നു 2026 നിങ്ങളൊരു പുതിയ ഹ്യൂമൻ ബീയിങ് ആയിരിക്കും, നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കും. എവിടെയാണ് ഇപ്പം ഞാൻ ന്യൂസിലൻഡിലാണ്. ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളുണ്ട്, നാട്ടിലുള്ള ആൾക്കാരുണ്ട്. നമ്മളെ സ്കൂളുകളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ എല്ലാം ഗവൺമെന്റ് സെർവൻസ് ആക്കാനാണ് പഠിപ്പിച്ചേക്കുന്നത്. ഗവൺമെന്റ് സെർവൻസ് ആയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ ഇനി ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആരുടെയെങ്കിലും അണ്ടറിൽ ഇങ്ങനെ എത്ര നാൾ ജോലി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും എപ്പോഴും ഇതിനൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ നമുക്കൊരു
ഒരു സ്വന്തമായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കേസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എന്റെ ജോലി നാളെ പോവാണെന്ന് പറഞ്ഞാലും എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാനുള്ള വക ഞാൻ തന്നെ എന്റെ സ്കിൽ സെറ്റ് ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, വിച്ച് ഈസ് ട്രേഡിംഗ് എന്ന് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കും പറയാനായിട്ട്, നിങ്ങളും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനാണ് വരുന്ന 90 ദിവസക്കാലം. നമ്മുടെ എലൈറ്റ് ക്ലബ് മെമ്പേഴ്സ് ആയിട്ടുള്ള നദീർ ബ്രോയും പ്രജ്വൽ ബ്രോയും ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവര് ഞങ്ങൾ ഒന്നിച്ച് ഒരു വർഷക്കാലമായിട്ട് ഇങ്ങനെ ഹസൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ മെന്ററാണ് നന്ദു ബ്രോ. ഞങ്ങളെ ട്രേഡിംഗ് പഠിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഞങ്ങളെ കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ മെന്റർ നന്ദു ബ്രോ. അപ്പോ എലൈറ്റ് ക്ലബില് ആയിരിക്കുന്ന അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ലൈഫ് എത്രത്തോളം മാറിയെന്ന് ജസ്റ്റ് പ്രജ്വൽ ബ്രോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രോ, പറഞ്ഞോ. യെസ് ബ്രോ, ഞാന് ഫസ്റ്റ് ജിമ്മിലോ കാര്യങ്ങളോ ഒന്നും ജോയിൻ ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനെ ജസ്റ്റ് പോവുക, പണിയെടുക്കുക, വരിക, കുറെ സമയം ഫോണിൽ നോക്കുക, വേറെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ആകെ ഒരു ചെറിയ ജോലി എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് പിന്നെ ഒരു മൈൻഡ് മാറി, എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ചു. അങ്ങനെ ഇങ്ങനെ ഫോണിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, എനിക്ക് കൺവിൻസ്ഡ് ആയ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തു. പുള്ളിയുടെ കോഴ്സ് ഞാൻ എടുത്തു, മെന്റർഷിപ്പ് എടുത്തു. അങ്ങനെ പഠിച്ച് ആ ഒരു മെന്റർഷിപ്പ് എടുത്ത് കഴിഞ്ഞ പിന്നാണ് എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയാൻ, ഒരു സ്റ്റാർട്ടിങ്. ആ സ്കില്ല് പഠിച്ചെടുക്കും തോറും ഞാൻ എന്നെ തന്നെ, എന്റെ മൈൻഡിൽ പിന്നെ ഫുള്ള് എന്നെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം, പേഴ്സണാലിറ്റി, എന്റെ മൈൻഡ് സെറ്റ്. പിന്നെയാണ് ബുക്ക് റീഡിങ് അല്ലെങ്കിൽ എന്റെ വർക്ക്ഔട്ട് കാര്യങ്ങൾ, ഈ ക്ലീൻ എന്നുള്ള രീതിയിലുള്ള ഹാബിറ്റ്സ്, ഇങ്ങനെ ഓരോന്നും ബിൽഡ് ചെയ്തെടുത്തത് അങ്ങനെയാണ്. അപ്പം ഇപ്പൊ പുള്ളി ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും നോക്കിയാൽ ഭയങ്കര ബിഗ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ കാണുമ്പോ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പക്ഷെ ഞാനൊന്ന് പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ, എന്താ പറയുക, ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ നോക്കുന്ന സമയത്ത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറായെന്ന് തോന്നുന്നു. ഈ ഒരു ട്രേഡിങ്ങിന്റെ ബാക്കിൽ ഓൾമോസ്റ്റ് 1 ഇയർ ആയി. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. ഞാനൊരു പുതിയ വ്യക്തിയാണ്. എന്താ പറയുക, ട്രേഡിംഗ് സ്കിൽ നോക്കാതെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെ വലിയ ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ നോക്കുന്ന സമയത്ത്, മെന്റാലിറ്റി ആയാലും അങ്ങനെ. ഓസം ബ്രോ, താങ്ക് യു ഫോർ ഷെയറിംഗ് ബ്രോ. ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ എപ്പോഴും എലൈറ്റ് ക്ലബ് മീറ്റിംഗിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്റെ ലൈഫിന്റെ, ഇപ്പൊ പലരും പറയും 10ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷയൊക്കെയാണ് നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എന്റെ നന്ദു ബ്രോ. കാരണം നന്ദു ബ്രോ എന്റെ ലൈഫിലേക്ക് എന്റെ മെന്ററായി വന്നതിന് ശേഷമാണ് എന്റെ ഹോൾ ലൈഫിൽ മാറ്റം വന്നത്. എനിക്കൊരു പുതിയ സ്കിൽ സെറ്റ് പഠിപ്പിച്ചു തന്നു എന്നതിനപ്പുറത്തേക്ക് ഈ മങ്ക് മോഡ് പോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് എന്റെ കൂടെ ആ രീതിയിൽ ട്രാവൽ ചെയ്ത് നിന്ന അങ്ങനെ നിന്നുകൊണ്ടാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ രീതി സംസാരിക്കുന്നു. സോ അത്തരത്തിൽ വലിയൊരു ഇമ്പാക്ട്, ഒരു ലൈഫ് ചേഞ്ചിങ് ഇമ്പാക്ട് എന്റെ ലൈഫിൽ ഉണ്ടായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ 90 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഈ മങ്ക് മോഡ് റൊട്ടീൻ ഫോളോ ചെയ്ത് ഈ ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ, ഫുള്ളി എല്ലാ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുവരെ ഈ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയി സാധാരണ രീതിയിൽ ജീവിച്ച് പോയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഐഡന്റിറ്റി ഷിഫ്റ്റിന് തയ്യാറെടുക്കാൻ പോവാണ്. ആ ഐഡന്റിറ്റി ഷിഫ്റ്റിനായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. നദീർ ബ്രോ നമ്മുടെ മങ്ക് മോഡ് കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ്. നദീർ ബ്രോ ഞങ്ങളുടെ എലൈറ്റ് ക്ലബ് മെമ്പറാണ്. ഒരു കാര്യം കൂടി, അതായത് ബ്രോ, നമ്മളിപ്പോ ഒറ്റക്കൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബ്രോ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി ഭയങ്കര ഡൗൺ ആവും. ഐ മീൻ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം വരും. പക്ഷെ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഈ കമ്മ്യൂണിറ്റി, ഇപ്പൊ കൊടുൻ ബ്രോ ആയാലും നദീർ ബ്രോ ആയാലും നമ്മുടെ എലൈറ്റ് ക്ലബ്ബ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി, നെറ്റ്വർക്ക് എന്നുള്ള കാര്യം ആണ് ഞാൻ പറയുന്നത്. അതായത് ആ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വിട്ട് എപ്പോഴേ പോകുന്നതാ. അതെനിക്ക് പറയാനുള്ളൂ. ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും.
നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ എനർജി ആയിരിക്കും നമ്മളും ആ ഒരു രീതിയിലായിരിക്കും. ആബ്സല്യൂട്ട്ലി. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി. എലൈറ്റ് ക്ലബിന്റെ എനർജി ഉണ്ടോ? ഇതാണ് ഇതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള കുറെ അധികം ആളുകളാണ് ഞങ്ങളുടെ ആ ഒരു എലൈറ്റ് ക്ലബിൽ ഉള്ളത്. അങ്ങോട്ടേക്ക് നിങ്ങളെയും നമ്മൾ ക്ഷണിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടെ. അതിനു മുന്നായിട്ട് നദീർ ബ്രോ, നമ്മുടെ ലീഡർ ഓഫ് ദ കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ ബ്രോ? യെസ് ബ്രോ, എലൈറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. 2 ആഴ്ച മുമ്പേ ഒരാളെ കണ്ടിരുന്നു. എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ആളോട് പറഞ്ഞാൽ എടാ ഈ കുറെ മാറിയല്ലോ, ഇങ്ങനൊന്നും അല്ലേനല്ലോ. മീൻസ് 2 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ഞാൻ ഈ റൊമാൻറ്റിക് സ്റ്റാറ്റസിൽ റൊമാൻറ്റിക് സ്റ്റോറി ഇട്ട ആളെ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മാസ് സ്റ്റോറി ഒക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ വിജയ്, മറ്റേ തിയേറ്ററിന് ആ സംഭവങ്ങളൊക്കെ ഇട്ട ആളെ. ബട്ട് ഇപ്പൊ ഞാൻ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗ്രോത്ത് ബേസ്ഡ്, അല്ലെങ്കിൽ എന്റെ യൂറോ USD മാർക്കപ്സ് ആ ദിവസം ചാർട്ട് എങ്ങനെ പോകും, അല്ലെങ്കിൽ എന്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ, മീൻസ് ഫ്യൂച്ചറിലേക്ക് എന്റെ അസറ്റ്സിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുള്ളൂ. പക്ക കോൺസെൻട്രേറ്റഡ് ആയിട്ട്, മീൻസ് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അത് പക്കായിട്ട് വിസിബിൾ ആണ് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പൊ നാട്ടില് ഞാൻ പണ്ടൊക്കെ ക്ലബ്ബിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. എന്താ പറയാ, ഇവിടെ കലോത്സവം അങ്ങനത്തെ കുറെ പറ്റും. പക്ഷെ ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ സെൽഫ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇന്റെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ബാക്കി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇന്നെ കണ്ടപ്പോ ആരും ചോദിക്കും എന്താണ്, മീൻസ് എന്താണ് ഈ എലൈറ്റ് ക്ലബ്ബ്, അല്ലെങ്കിൽ എന്താണ്, മീൻസ് ഞാൻ എപ്പോഴും എലൈറ്റ് ക്ലബിന്റെ സ്റ്റോറി ഇടും, അല്ലെങ്കിൽ എന്താ പറയാ പക്ക ഒരു ഗ്രോത്ത് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുക. മീൻസ് നന്ദു ബ്രോ അല്ലെങ്കിൽ ഗോഡിം ബ്രോ എനിക്ക് ഇങ്ങനെ ഇൻസൈറ്റ് കിട്ടി, അത് നിങ്ങളെ ലൈഫിൽ ഇതാക്കണം, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് കുറെ അഡ്വൈസ് കൊടുക്കാൻ കഴിയും. മീൻസ് ഞാൻ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നോർമൽ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് മാക്സിമം അഡ്വൈസ് കൊടുക്കും. മീൻസ് എന്റെ ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ആണ്, അപ്പൊ മാക്സിമം അഡ്വൈസ് കൊടുക്കും. അപ്പൊ അവർക്കൊരു മീൻസ് ഞാൻ ആകെ ആള് മാറിപ്പോയല്ലോ, ആ ഒരു സാധനം പോലെ കണ്ണില്. അപ്പോ ഫോർ മീ എന്താ പറയാ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയി മാറി എലൈറ്റിൽ വന്നതിന് ശേഷം. പക്ക ഡിഫറെന്റ് ആ സർക്കിൾ തന്നെ മാറി കിട്ടി. ആൻഡ് ഇപ്പൊ ഞാൻ ഓരോ ദിവസവും ചെലവഴിക്കുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്രജ്വൽ ബ്രോ, ഗോഡിം ബ്രോ, നന്ദു ബ്രോ, അതുപോലെ വധു ബ്രോ, ഞങ്ങൾ എലൈറ്റിന്റെ ക്യാപ്റ്റൻ വധു ബ്രോ, അങ്ങനത്തെ ആൾക്കാരായിട്ട്, മീൻസ് പക്ക ഗ്രോത്ത് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി പക്കായിട്ട് ധാരണ ഉള്ള ആൾക്കാരായിട്ട് ഞാൻ സംസാരിക്കണം ഗൈസ്. അത് ഡെഫിനറ്റ്ലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. മീൻസ് ദിവസം അങ്ങനത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ. യെസ്. അപ്പൊ ഞാൻ നിങ്ങളെയും ആ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഏത് തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നയിച്ചിരുന്നത് എന്നത് ഇനി മാറ്റർ അല്ല. നാളെ മുതൽ നിങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റൈല് കെട്ടിപ്പടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ദ ഹോൾ കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. ഒരു പുതിയ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, ഞാൻ ഒക്ടോബർ മാസം 5-ാം തീയതി ആരംഭിക്കുന്ന എന്റെ മെന്റർ നന്ദു ബ്രോയുടെ, ഞങ്ങളുടെ മെന്റർ നന്ദു ബ്രോയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആ ഒരു മെന്റർഷിപ്പ് ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ പഠിച്ചതുപോലെ തന്നെ ഫ്രം സ്ക്രാച്ച് വാട്ട് ഈസ് ട്രേഡിംഗ് തുടങ്ങി മാർക്കറ്റിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ള ലെവലിലേക്ക് നമ്മളെ കോൺഫിഡന്റ് ആക്കുന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജേർണി. അപ്പൊ അവിടെയാണ് ഞാൻ ഈ മങ്ക് മോഡിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. 90 ദിവസക്കാലം നമ്മൾ ഈ ഒരു സ്കിൽ സെറ്റ് പഠിക്കുന്നതിന്റെ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഹാബിറ്റുകളും ബിൽഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. നിങ്ങൾ ട്രേഡിംഗ് എന്ന ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷെ അതിൽ സക്സസ്ഫുൾ ആവണം തീവ്രമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഒക്ടോബർ മാസം 5-ാം തീയതി ആരംഭിക്കുന്ന ആ മെന്റർഷിപ്പ് ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എന്റെ ലൈഫ് മാറിയതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് മാറണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൈഡ് ഹസിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. വരുന്ന 90 ദിവസം കഴിഞ്ഞ് 2026 ജനുവരി മാസം ഒരു ന്യൂ ഇയറിൽ നിങ്ങളൊരു ന്യൂ മെൻ അല്ലെങ്കിൽ ന്യൂ വിമൻ ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറണം. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കണം, ഇനി ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കണം ഇനി വരുന്ന 90 ദിവസം. അപ്പോ ഈ വരുന്ന മെന്റർഷിപ്പിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ ഫോം അയച്ചിടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചിടുക. അതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ഞാൻ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ എടുക്കുന്നില്ല ഈ മെന്റർഷിപ്പിൽ. കാരണം ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം എന്നത് നമുക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഒരുപാട് മാസീവ് നമ്പർ വേണ്ട അതിൽ. കാരണം വളരെ സീരിയസ് ആയി മങ്ക് മോഡ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത്
ലൈഫിൽ സക്സസ്ഫുൾ ആവണം, ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണം എന്ന് തീവ്രമായ ആഗ്രഹമുള്ളവരെ മാത്രം വരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അങ്ങനെയുള്ള വളരെ, കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരുപാട് മെമ്പേഴ്സ് ഉള്ള, ഭയങ്കര മാസീവ് മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. കാരണം വളരെ പിക്കപ്പ്, വളരെ പിക്കിയാണ്. നന്ദുബ്രോ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ വളരെ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കോഴ്സായി വന്ന് പഠിച്ച് വരുന്നു, ഒരു 3 മാസം സ്പെൻഡ് ചെയ്യുന്നു, ഇനി പൊക്കോ എന്ന് പറയുന്ന ഒരു രീതിയല്ല. ആ കമ്മ്യൂണിറ്റിയോട് ചേർത്ത് നിർത്താനായിട്ട് പറ്റുന്ന ആളുകളെ മാത്രമേ ഉള്ളൂ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് എടുക്കുന്നത്. കാരണം അത്രത്തോളം സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, അത്രത്തോളം സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യുള്ളൂ. കാരണം ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ നേരം നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് തരുന്ന ആൻസേഴ്സ് അതിൽ നിന്നായിരിക്കും നിങ്ങൾ അതിൽ സെലക്ടഡ് ആണോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ എൻറോൾമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോവുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനു വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി പറയുകയാണ്. ഞാനിപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ എഫേർട്ടൊക്കെ എടുക്കുന്നതിനകത്ത് ഒരു റിസൾട്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രസൻസ് തന്നെയാണ്. സോ ഗൈസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഈ ഒരു വെബിനാറിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആയി ഇരിക്കുക, മങ്ക് മോഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഒരു ചെറിയ മെഡിറ്റേഷൻ നടത്തിയിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. സാജൻ സണ്ണി ബ്രോ ഹാൻഡ് റൈസ് ചെയ്തോ? യെസ് ബ്രോ, പറഞ്ഞോ ബ്രോ. ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ബിക്കോസ് ഒരുപാട് ഞാൻ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളതാണ്, മോർ ദാൻ 30 years ഏജ് ഉണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് വെബിനാർസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദിസ് ട്രേഡിംഗ് റിലേറ്റഡ് വെബിനാർസ് ആണെങ്കിലും, പിന്നെ ഈ സ്കിൽ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ MS Excel, അതുപോലെ ഒരുപാട് വെബിനാർസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണലും പ്രൊഫഷണലും ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അത് നമുക്ക് തികച്ചും വ്യത്യസ്തമായി. സ്കിൽ സെറ്റ് എന്നുള്ളത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യം നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷമാണ് ഒരു സ്കിൽ സെറ്റ്. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ലോകത്ത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പുതിയത് പഠിക്കണം. പക്ഷെ അതിലൊരു 10% അല്ലെങ്കിൽ 30% ആൾക്കാർക്ക് അത് പറ്റുന്നുള്ളൂ. ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, അതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ പറ്റുന്നുള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഒരു മൈൻഡ് ഒന്ന് റെജ്യൂമിനേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി. അപ്പൊ അതാണ് ഈ ഒരു വെബിനാർസിൽ എനിക്ക് കണ്ട ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം. സോ ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് യുവർ ടീം, യു ആൻഡ് യുവർ മെന്റർ നന്ദു എന്ന് പറഞ്ഞു. നമുക്ക് ആളെ പേഴ്സണലി അറിയില്ല. ലൈക് നമ്മുടെ ഗ്രൂപ്പിലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു സിൻസിയറിറ്റി വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. ആൻഡ് താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. നന്ദു ബ്രോനെ ഞാൻ ഒരു ദിവസം കൊണ്ടുവരാം. ഒരു നിങ്ങൾ എല്ലാവരും പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സെഷൻ നമുക്ക് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ ആളുടെ അവൈലബിലിറ്റി ഒന്ന് നോക്കിയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് എല്ലാ വീക്കിലും ഇതുപോലെ വീക്കെൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ റൊട്ടീൻസ് എങ്ങനെ പോകുന്നു ഒരു ക്യാച്ചപ്പ് നടത്തുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഉപകാരമായിരിക്കും. അപ്പം നമുക്കത് എല്ലാ വീക്കെൻഡിലും നമുക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഗ്രൂപ്പിൽ നമുക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്കൊരു മീറ്റപ്പ് വെക്കാം. അപ്പോൾ ഓരോ ആഴ്ചയും ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടോപ്പിക്കുകളും നമുക്ക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കുകളും ഒക്കെ ആയിട്ട് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഗസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. നന്ദു ബ്രോനെ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരാം. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ ലവ്ലി കമന്റ്. ഞാനും കൂടി ഒന്ന് സംസാരിച്ചോട്ടെ? ഉറപ്പായിട്ടും ഡോക്ടർ, ഉറപ്പായിട്ടും. യെസ്, പറഞ്ഞോ. ഞാന് നിങ്ങളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ്, യങ് മൈൻഡ് സെറ്റ് ആണ്. അപ്പോ ഞാനൊരു നല്ല കമ്മ്യൂണിറ്റി നോക്കി നടക്കുമായിരുന്നു. അപ്പൊ എനിക്കിത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആ ഒരു സിൻസിയറിറ്റി ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓപ്പൺ മൈൻഡഡ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള 100% എഫർട്ടും കൊടുത്തു നിങ്ങൾ സംസാരിക്കുന്ന എല്ലാവരും. അപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, എന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ദിസ് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര പ്രൗഡാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. കാരണം അത്
ഞങ്ങൾക്ക് എല്ലാം ഒരു 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 ഇൻസ്പിറേഷൻ ആണ്, ഒരു മോട്ടിവേഷൻ ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി കമന്റ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞ് നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ എടുത്തിട്ട് നമുക്ക് റാപ്പ് ചെയ്യാൻ സെഷൻ. ബ്രോ എനിക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു മതി ബ്രോ. നമ്മുടെ മങ്ങമോടിന്റെ ഒരു ടിപ്പാണ്. അപ്പൊ എല്ലാവരും ഇത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇഫ് നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നെവർ ടെൽ ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. മീൻസ് അത് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വീട് നാളെ വന്നാൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. അങ്ങനെ ഒരിക്കലും പറയരുത്. ജസ്റ്റ് ബി ഓൺ ദാറ്റ് ഡിസിഷൻ. എന്തൊക്കെ വന്നാലും ആ ഡിസിഷൻ അത് എന്തൊക്കെ വന്നാലും ആ ഡിസിഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. അത് നിങ്ങളെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളെ ചലഞ്ച് ഓഫ് ദ ഡേ ആരും മറക്കരുത്. ഇൻസൈറ്റ് ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ വാട്ട് വെൻ റൈറ്റ് വാട്ട് വെൻ റോങ് ഓഫ് ദിസ് വീക്ക്. ആൾസോ ഇന്ന് നിങ്ങൾ വായിച്ച ബുക്കിലെ ഇൻസൈറ്റ് വോയിസ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക. ചലഞ്ച് ഓഫ് ദ ഡേ. പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കര വാലിഡ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് റിങ്ങിലായാലും ലൈഫിലായിക്കോട്ടെ ഇടികൾ വന്നുകൊണ്ടിരിക്കും. ചില ഇടികൾ നമുക്ക് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീണ് പോയി കഴിഞ്ഞാൽ അവിടെ വീണ് പോയി എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കല്ല ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചെഴുന്നേറ്റ് വരുവാണ്. ഐ ഓൾവേസ് ടെൽ ടു മൈ മൈൻഡ് ഐ എം എ ചാമ്പ്യൻ, ഐ നെവർ ഫെയിൽ എന്ന് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എന്നോട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് തന്നെ സംസാരിക്കണം. യു ആർ എ ചാമ്പ്യൻ ഗോഡ്വിൻ, യു ആർ സ്ട്രോങ്ങർ ദാൻ എനിത്തിങ്. അല്ലെങ്കിൽ യു ആർ എ ചാമ്പ്യൻ പ്രജ്വൽ, യു ആർ സ്ട്രോങ്ങർ ദാൻ എനിത്തിങ്. യു ആർ എ ചാമ്പ്യൻ അബി, യു ആർ സ്ട്രോങ്ങർ ദാൻ എനിത്തിങ് എന്നൊക്കെ നമ്മളിങ്ങനെ ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരുടെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിനൊക്കെ അങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുക എന്നുള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് ഒക്കെ ഒരു പരിധിവരെ നമ്മളെ ഈ പറഞ്ഞ പോലെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ്? ഇപ്പം നമ്മുടെ ചിത്ര ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ ജസൻ ബൈജു. ബ്രോ, ജസൻ ബിജു. അതെ, ബിജു. യെസ് ബ്രോ. ഓക്കെ ബ്രോ, ഞാൻ പുറത്ത് സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. സെക്കൻഡ് കാര്യം നമുക്കറിയാം, പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തേക്കാട്ടിലും നമ്മളൊരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതും. അതുപോലെ പല ഈ ട്രേഡിംഗ് പഠിക്കാൻ എഴുതിയിട്ട് പല ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ട്രേഡിങ് എന്താന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളൂ കാര്യം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കമ്മ്യൂണിറ്റി പിന്നീട് അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു പറയുന്ന എമൗണ്ട് കൊടുക്കുന്നു, ജോയിൻ ചെയ്യുന്നു, പിന്നെ ഗ്രൂപ്പിൽ ചുമ്മാ കുറെ മെസ്സേജ് ഇടുക എന്നല്ലാതെ അതിൽ നിന്ന് വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലല്ലേ? അപ്പൊ ഞാനപ്പോ ഇത് കണ്ടപ്പോ ഞാൻ ഇതിൽ കയറി മോങ്ക് മോഡ് എന്ന് പറഞ്ഞിട്ട് സംതിങ് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇന്ന് വെബിനാർ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ എഴുതി കയറി. ബട്ട് ഞാൻ ഒത്തിരി ഹാപ്പിയാ. കാര്യം ഡിസിപ്ലിൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യത്തിലും വേണ്ടി. ഏത് ജോബ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ നമുക്ക് എന്താ പുതിയൊരു സ്കിൽ സെറ്റ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. സോ തുടർന്നും ഈ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. So I'm so happy for this. Yeah, thank you so much. ഉറപ്പായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി നദീറിനെ പോലെ നല്ല യങ് ബ്ലഡ്, പ്രജ്വലിനെ പോലെ നമ്മുടെ യങ് ബ്ലഡ്സ് ഒക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ വി നെവർ ലെറ്റ് ഡൗൺ. അപ്പൊ നമ്മള് ആ രീതിയിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റ് ആയിട്ട് നിന്ന് ബാക്കി പുഷ് തരാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ആളുകളൊക്കെ നിൽക്കുന്നത്. യെസ്, താങ്ക് യു ജസൻ ബ്രോ. താങ്ക് യു സോ മച്ച്. ഗ്രൂപ്പിന് 2 അഡ്മിൻ ഉള്ളൂന്നുള്ളൂ, പക്ഷെ അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. 2 അഡ്മിൻ ഉള്ളൂന്നുള്ളൂ, പക്ഷെ കുറെ ആൾക്കാരുണ്ട്. ബാക്കിൽ കുറെ യങ് ബ്ലഡ്സ് ഉണ്ട്. ഉറപ്പായിട്ടും ഞങ്ങളെ എലൈറ്റ് ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും ഈ മങ്ക് മോഡ് റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്കറിയാം ഇതിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. കാരണം ഇത് ഡിസിപ്ലിൻ ആവാതെ ഇതിനകത്ത് ഒരു കളി നടക്കത്തില്ല. നമ്മൾ പലരും പറഞ്ഞ് ചിലപ്പോൾ കൊതിപ്പിക്കുകയായിരിക്കും, നിങ്ങൾക്കൊരു ട്രേഡിങ്ങിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതൊരു ഈസി മണി മേക്കിംഗ് മോഡലാണ് എന്നൊക്കെ പലരും നിങ്ങളോട് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അറൗണ്ട് ദ വേൾഡ് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, സീ ഗൈസ്, ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല.
ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇമോഷണൽ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റത്തില്ല. ഇനി ഞാനത് എവിടെ വേണ്ടി എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഇതിന്റെ ലൈഫിൽ ഞാൻ രണ്ട് തരത്തിലുള്ള സൈഡും ഇതിന് ഞാൻ കണ്ടതാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു ഫേസ് ഉണ്ടായിരുന്നു. ആ ഫേസിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മങ്ക് മോഡ് വഴി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ചാർട്ടിന് മുന്നിൽ ഓരോ തവണ അനാലിസിസിന് വരുമ്പോഴും ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് ഗൈസ്, ഈ മങ്ക് മോഡ് റൊട്ടീൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് മാത്രം നിങ്ങൾ ഈ സ്കിൽ സെറ്റ് പഠിക്കാനായിട്ട് നിന്നാ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ മെനക്കെടുന്നത്? എന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ വെറുതെ നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് 100% കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ ഒന്നിച്ചുള്ളത്. ഇപ്പൊ അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ക്ലബ്ബ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളും വളരെയധികം 100% ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് ഈ മങ്ക് മോഡ് റൊട്ടീൻ ഫോളോ ചെയ്ത് ട്രേഡിംഗ് എന്ന ഈ ഒരു ഹൈ ഇൻകം സ്കിൽ സെറ്റ് വരുന്ന 90 ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സോ ഇനി ആർക്കും ഒന്നും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ നടത്തി നമുക്ക് ബ്രോ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനായിട്ട്. യെസ് ബ്രോ, പറഞ്ഞു ബ്രോ. കേൾക്കാമോ? ഹലോ. യെസ് ബ്രോ, കേൾക്കാം ബ്രോ, പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് റിയലി ലൈക്ക് ജെന്യൂൻ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഷെയർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു എന്തിയസിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സംസാരിക്കുന്ന ദാദിബയുടെ ആയാലും ഗോഡ്മിയുടെ ആയാലും ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു. അത് ഭയങ്കര ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് ക്ലിയർ ഇൻസ്പയറിംഗ്. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ ടൈം. ഇത്ര നല്ല രീതിയിൽ പ്രസന്റേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് ലൈക്ക് എന്താണ്, എങ്ങനെ വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ഔട്ട് ചെയ്ത് പറഞ്ഞതിൽ ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഭി ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി കമന്റ്. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഈ കമന്റ്സിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം എടുത്ത എഫേർട്ട്, യെസ്, നമ്മൾ നിങ്ങൾക്ക് പരമാവധി വാല്യൂ തരണം എന്ന് ആഗ്രഹിച്ച് അത്ര എഫേർട്ട് എടുത്തപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി എന്നറിയുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിബഡി എൽസ് ടു ഷെയർ? ആരെങ്കിലും ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോവാം. ബ്രോ, താങ്ക് യു സോ മച്ച്. യെസ് ബ്രോ, താങ്ക് യു ഫോർ യുവർ ടൈം. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സമയം നിങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത് ഇത് നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഈ സമയം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ റിഫ്ലക്ട് ചെയ്യും. ഇപ്പം എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ വിധി നിന്റെ തീരുമാനങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പം നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇന്ന് മുതൽ ഹൈ വാല്യൂ ആക്ടിവിറ്റീസ് ചെയ്ത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ എക്സ്ട്രീംലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മങ്ക് മോഡ് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ നടത്തി നമുക്ക് റാപ്പ് ചെയ്യാം. ഓക്കെ. മെഡിറ്റേഷന് വേണ്ടി പറഞ്ഞ പോലെ നിങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നടുവ് നിവർത്തി ഒന്ന് ഇരിക്കുക. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മതി. നടുവ് നിവർത്തി ഒന്നിരിക്കുക. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ അതിനനുസരിച്ച് ഒന്ന് ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്ക് കണ്ണുകളെ ശാന്തമായിട്ട് അടയ്ക്കാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കണം. സോ കണ്ണുകളെ വളരെ ശാന്തമായി അടയ്ക്കുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട് നടുവൊക്കെ നിവർത്തി സമാധാനമായിട്ട് ഒന്നിരിക്കുക. നിങ്ങളുടെ കാൽപാദം മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗം നിങ്ങൾ ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ട് മുതൽ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ബോഡി പാർട്സിനെയും നിങ്ങൾ ശാന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങളെ അലട്ടുന്നില്ല. പതിയെ ശ്വാസം ഉള്ളിലേക്ക് ഇൻഹേൽ, എക്സ്ഹേൽ. ഇൻഹേൽ, എക്സ്ഹേൽ. ഇൻഹേൽ, എക്സ്ഹേൽ. നിങ്ങളിപ്പോൾ വളരെ ശാന്തരായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരുവിധ ചിന്തകളും നിങ്ങളെ അലട്ടുന്നില്ല. ആദ്യമായിട്ട് നമുക്ക് ഈ നല്ല സമയം തന്ന ദൈവത്തിനും പ്രകൃതിക്കും നമ്മൾ നന്ദി പറയുകയാണ്. ഇപ്പം ഇന്ത്യയിലൊക്കെ വൈകുന്നേരമായി, ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിലും രാത്രിയായി. അപ്പം നല്ലൊരു ദിവസം നമുക്ക് തന്ന ദൈവത്തിനും പ്രകൃതിക്കും നിങ്ങൾ നന്ദി പറയുക. ഇത്രയും അതിമനോഹരമായ ഒരു ദിവസം ഒരു തരത്തിലുള്ള ആപത്തോ അപകടങ്ങളോ ഒന്നും കൂടാതെ വളരെ സന്തോഷകരമായിട്ട് ഈ ദിവസം സ്പെൻഡ് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിന് അവസരം നൽകിയ ദൈവത്തിനും പ്രകൃതിക്കും നമ്മൾ നന്ദി പറയുകയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ചെറിയ കാര്യത്തിനും നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ ശ്വാസത്തിന് പോലും നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം, അല്ലെ? നമ്മൾ ദൈവത്തോടും ഈ പ്രകൃതിയോടും ഒക്കെ എത്രത്തോളം കടപ്പെട്ടിരിക്കണം. കാരണം എത്രയോ ആളുകൾ ഇന്നത്തെ ഈ ഒരു പ്രഭാതം കാണാൻ സാധിക്കാതെ ഈ ലോകം വിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ലക്കിയാണ്. അപ്പൊ അതിന് ഹൃദയം തുറന്ന് നന്ദി പറയുക. എല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ചെറിയ അനുഗ്രഹങ്ങൾക്കും, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ്, മറ്റ് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ, നമുക്ക് നല്ല ടീച്ചേഴ്സ് ജീവിതത്തിലുണ്ടെങ്കിൽ അവര് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മുടെ മെന്റേഴ്സ്, നമുക്ക് നല്ല വീടുണ്ടെങ്കിൽ അതിന്, നമുക്കൊരു നല്ല കാർ ഉണ്ടെങ്കിൽ അതിന്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്ന ഏതൊരു ചെറിയ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ, നന്ദി പറയുക. ഇങ്ങനെ ഒരു മങ്ക് മോഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചതിന്, ഇത്തരത്തിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആളുകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന്, ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പോവാണ്. എല്ലാത്തിനും നന്ദി പറയുക. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് വി ഹാവ് ഇൻ അവർ ലൈഫ്. ഓരോന്നും ഇങ്ങനെ മനസ്സിലേക്ക് പിക്ചറൈസേഷൻ ആയിട്ട് കൊണ്ടുവന്ന് എല്ലാത്തിനും എന്തൊക്കെ കാര്യങ്ങൾക്ക് നന്ദി പറയാവോ ആ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. യെസ്, ഇനി നമുക്ക് നന്ദി പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വലിയ സ്വപ്നങ്ങൾ, ആ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ഡ്രീമിലേക്ക്, ആ ഡ്രീം ഡേയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതായിട്ടൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളിപ്പോൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം ആയിക്കോട്ടെ. ചിലപ്പോൾ അതൊരു ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നൊരു പണം ഉണ്ടാക്കി നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതെന്തും ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ നേടിയെടുത്തു. ആ ദിവസത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്ത ആ ദിവസത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതൊന്ന് മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആ ഡ്രീം, നിങ്ങൾ ആ ഡ്രീം നേടിയെടുത്തു, നിങ്ങളത് അച്ചീവ് ചെയ്തു. വാവ്! അതൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് നന്ദി പറയുക. യെസ്, എനിക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചതിന് നന്ദി പറയുന്നു. ദൈവത്തിനും പ്രകൃതിക്കും നന്ദി പറയുക. നിങ്ങളുടെ ആ ഒരു അച്ചീവ് ചെയ്തെടുത്ത ഡ്രീമിനെ മനസ്സിലേക്ക് പിക്ചറൈസേഷൻ ആയിട്ട് കൊണ്ടുവന്ന് യെസ്, ഐ ഡിഡ് ഇറ്റ്, താങ്ക് യു, നന്ദി പറയുക. എനിക്കിത് നേടിയെടുക്കാനായിട്ട് സാധിച്ചു, അതിന് നന്ദി പറയുന്നു. അതിലിങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് അതിന് നന്ദി പറയുക. യെസ്, ഐ ഡിഡ് ഇറ്റ്, ഐ അച്ചീവ് ഇറ്റ്. ഞാൻ ഇനി 5 മുതൽ 0 വരെ എണ്ണുന്ന ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ വിട്ട് പുറത്തു വരാം. 5, 4, 3, 2, 1, 0. എങ്ങനെയുണ്ടായിരുന്നു? ഹോസ് ഇറ്റ് ഡോക്ടറെ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ഓസം ഓസം. എന്ത് ഫീൽ ചെയ്തു? എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുമോ? ഹെലൻ, ഒന്ന് ഷെയർ ചെയ്യുമോ എന്താ ഫീൽ ചെയ്യുന്നത്? വളരെ റിലാക്സ്ഡ് ആയിരുന്നു, വളരെ റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യുന്നു. നിങ്ങളെല്ലാം വളരെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് സൊസൈറ്റിക്ക് ഒരുപാട് പിന്നെ നിങ്ങളെല്ലാം ഉയരുന്നതിനൊപ്പം കൊടുക്കാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നല്. അതില് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാനും അതിന് ബെനിഫിറ്റ് ചെയ്യട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. മുമ്പോട്ട് പോകാം. ഉറപ്പായിട്ട് ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂവൽ. താങ്ക് യു സോ മച്ച്. യെസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ചാറ്റ് ബോക്സിലേക്ക് ഒന്നിടോ എല്ലാവരും ഒരു ഫീലിംഗ്, എന്താണ് ഇമോഷൻ? യെസ് യെസ്, നമ്മുടെ വധൂത് ബ്രോ വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ ഓഫ് ഞങ്ങളുടെ എലൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റൻ വധൂത് ബ്രോ ഫ്രീ ആണെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ആക്കി ജസ്റ്റ് എല്ലാവരോടും ഒന്ന് സംസാരിക്കാവോ? ഞാൻ സോറി കേട്ടോ ബ്രോ, ഞാനൊന്ന് വെളിയിലായിരുന്നു. ഇപ്പൊ ഫാമിലി ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. നോ വറീസ് ബ്രോ. ആദ്യം തന്നെ അത് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് കയറി. ഓക്കെ, ഇപ്പൊ ഓണാക്കാം, ഒരു മിനിറ്റ്. ഓക്കെ ബ്രോ. ഓക്കെ. ഫീലിംഗ് സോ മച്ച് മോട്ടിവേറ്റഡ്. സെബാസ്റ്റ്യൻ സർ, താങ്ക് യു ബ്രോ. യെസ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ വർക്കായി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്താണോ കൊടുക്കാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. ഗൂസ് ബംസ് വെൻ ഐ അച്ചീവ്ഡ് മൈ ഡ്രീം. ഓ യെസ് ബ്രോ. ഇത് എവറി ഡേ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് എത്തും കേട്ടോ. അതാണ് അതിന്റെ റിയാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അത്രത്തോളം. സാജൻ സണ്ണി ബ്രോ,
ഹാൻഡ് റൈസ് ബ്രോ ഈ ചെയ്തിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ നമുക്ക് ഫുള്ള് കിട്ടാത്ത നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടായിരിക്കും. കാരണം ഡിസ്ട്രാക്ഷൻസ് ശരിക്കും നമുക്ക് മൈൻഡിനെ ചെയ്യുന്നുണ്ട്. ബ്രോ അതാ നിങ്ങൾ ഞാൻ പറഞ്ഞത്. പറയുന്നുണ്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലെന്ന്, പക്ഷെ നമുക്കത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രോ കേൾക്കുന്ന അതുകൊണ്ടാണ് ഞാൻ സൗണ്ടുകളും പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന ആ ഒരു ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ആ യൂട്യൂബിൽ കിടക്കുന്ന ആ ഒരു വോയിസ് ഓവർ കേട്ടുകൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണടച്ചിട്ട് കണ്ണിന്റെ കൃഷ്ണമണി ഈ നമ്മുടെ മൂക്കിന്റെ ഈ അറ്റത്തേക്ക് നോക്കി ഫോക്കസ് ചെയ്ത് ഇൻഹെയിൽ എക്സെയിൽ ബ്രീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ടിപ്പാണ് അത്. കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ആ ഒരു നിർദ്ദേശം കേട്ട് അതിങ്ങനെ ഒരു 8 മിനിറ്റോളം ഉള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതിങ്ങനെ ഇത് ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതുള്ളൂ. കാരണം ഇത് ബ്രെയിൻ ഒട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പുതിയൊരു കാര്യം വരുമ്പോഴത്തേനും ബ്രെയിൻ സ്വാഭാവികമായിട്ടും അതിനെ ഈ പറഞ്ഞ പോലെ, കാരണം ബ്രെയിനിന്റെ കംഫർട്ട് സോൺ വിട്ട് വെളിയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം. അപ്പൊ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം ഞാനുമായിട്ടും ഒക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉറപ്പായിട്ടും ഒബ്വിയസ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യുക. സോ ആ രീതിയിൽ നമുക്ക് ഒന്നിച്ച് ഗ്രോ ചെയ്യാം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ ആസ് ഐ ഓൾവേസ് സേ. താങ്ക് യു. യെസ്. അപ്പം നമ്മുടെ വധൂത് ബ്രോ ഞങ്ങളുടെ എലൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റനാണ്. സോ വധൂത് ബ്രോ നമ്മുടെ മങ്കുമോട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ അഭിസംബോധന ചെയ്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാവോ? സന്തോഷ് ബ്രോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബ്രോ ഞാൻ ബ്രോയിലേക്ക് ഒന്ന് വരാം. വധൂത് ബ്രോ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബ്രോയിലേക്ക് വരാവേ. ഓക്കെ, താങ്ക് യു. സോ പ്രൗഡ് ഓഫ് യു ഗോഡിൻ ബ്രോ. കാര്യം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അടിപൊളി. ഗൈസ് എല്ലാരും എന്ത് പറയണു? സുഖാണോ? എല്ലാരും ഉഷാറായിട്ടിരിക്കുന്നു. ഓ യെസ്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ എല്ലാരും മിക്കരും കൂടുതലും വെളിയിലെ ആൾക്കാരാണെന്ന് തോന്നുന്നല്ലേ? ടൈമിങ് ഈ പറഞ്ഞ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ. യെസ്. ഓക്കെ. എങ്ങനെയാണ് എല്ലാവരും 5 ദിവസം? എല്ലാരും തുടങ്ങിയിട്ടില്ല ബ്രോ. ഓക്കെ. ഇപ്പൊ നാളെ മുതല് കുറെ ആളുകൾ ഇപ്പം റീസെന്റ് ജോയിൻ ചെയ്ത ആളുകൾ നാളെ മുതൽ റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്യും. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ വി ആർ ഗോയിങ് ടു ഗ്രോ ടുഗെദർ. ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പോവാണ്. യെസ്. താങ്ക് യു വധൂത് ബ്രോ. താങ്ക് യു. ഡിബ്ലിൻ ബ്രോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പേ സെബാസ്റ്റ്യൻ ബ്രോ ആണോ ഹാൻഡ് റൈസ് ചെയ്തത്? ആരാണ്? ഓക്കെ, ഡിബ്ലിൻ ബ്രോ എന്തെങ്കിലും പറയാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്താണോ? എന്നാ സംസാരിച്ചോ. ഹലോ ബ്രോ, ഡിബ്ലിൻ ബ്രോ. അല്ല. ഓക്കെ. ഓൾറൈറ്റ്. എനിക്ക് ഒന്ന് അറിയാണ്ട് കൈതട്ട് വന്നായിരിക്കും. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി. നിങ്ങളെല്ലാവരും ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ദിവസം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മുന്നോട്ട് പുതിയ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റുകൾ ബിൽഡ് ചെയ്തെടുത്ത് ഒന്നിച്ച് മുന്നോട്ട് പോവാം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ഓക്കെ. അപ്പൊ എല്ലാവരും ടേക്ക് കെയർ. നമുക്ക് നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്യുക. അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ചെയ്ത് നമ്മൾ മുന്നോട്ടുള്ള എൻറോൾമെന്റും കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ആൻഡ് മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ ജേർണി ഒട്ടും എളുപ്പമുള്ള ഒരു ജേർണി ആയിരിക്കില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. വാട്സപ്പ് ആണ് വേണ്ടത്. യെസ് ബ്രോ, എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ. അപ്പൊ ഈ ജേർണി ഒട്ടും എളുപ്പമായിരിക്കില്ല. നമ്മൾ കമ്മ്യൂണിറ്റി ഒന്നിച്ച് ആ ഒരു എനർജി പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാനുള്ളത്. നമ്മുടെ എല്ലാ ദിവസവും നദീർ ബ്രോ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡർ ഓരോ ദിവസം ചെയ്യേണ്ട ടാസ്കുകൾ ഇടും. അത് എല്ലാ ദിവസവും ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ നമുക്ക് ലെറ്റ്സ് പുഷ് ഈച്ച് അതർ, ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ. യെസ് ഗൈസ്, ബൈ. ഗ്രൂപ്പിൽ കാണാം. ബൈ.